സംഭവം വേൾഡ് വാർ 1 ഒരു ഫ്രഞ്ച് പൈലറ്റ് അയാളിങ്ങനെ എയറോപ്ലെയിൻ പറത്തി ഇങ്ങനെ പോവാ, ബോംബിടാനോ വേറെ ആൾക്കാരെ ആക്രമിക്കാനോ വേണ്ടി പോവാണ്. അപ്പോഴാണ് ഈ ഫ്രഞ്ച് പൈലറ്റ് ആരെ കാണുന്നത്? ആര്? നമ്മളെ ഇൻസെക്റ്റ് പ്രാണിനെ കാണുന്നത്. ഈ പ്രാണിനെ കണ്ട പാടത്ത് തന്നെ നമ്മളെ ഫ്രഞ്ച് പൈലറ്റ് അറ്റ കൊടുത്തു. പ്രാണി നടക്കും എൻ്റെ അടുത്ത് കൂടെ ഫ്രഞ്ച് പൈലറ്റ് അറ്റ കൊടുത്തു. അപ്പോൾ ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ ആരെ കാണുന്നത്? പ്രാണീനല്ലേ? അല്ല, ഇപ്പൊ കാണുന്നത് ബുള്ളറ്റിനാണ്. അപ്പൊ പ്രാണിയാണെന്ന് വിചാരിച്ച് മുമ്പിൽ പിടിച്ചത് ആരാണ്? ബുള്ളറ്റിനാണ്. അപ്പൊ നിങ്ങൾ പറയും എന്ത് പടായാണ് സാറേ, ബുള്ളറ്റിനെ പിടിക്കേ, എന്ത് വർത്താനാണ്? അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഞാൻ റിലേറ്റീവ് വെലോസിറ്റി നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾക്കത് സമ്മതിക്കും. നിങ്ങൾ കാരണം ഞാൻ കാണിച്ചത് ഒരു ബുള്ളറ്റ് ഈ ജർമ്മൻ സോൾജർ ഈ ഫ്രഞ്ച് പൈലറ്റിനെ ഫയർ ചെയ്യുമ്പോൾ ആ സമയത്ത് അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി ഒരു 800 മീറ്റർ/സെക്കൻഡ് അല്ലെങ്കിൽ 900 മീറ്റർ/സെക്കൻഡ് ഉണ്ടാവും. ഈ ഫ്രഞ്ച് പൈലറ്റ് പോകുന്നത് ഒരു 40 മീറ്റർ/സെക്കൻഡ് ആണെന്ന് വിചാരിച്ചു. 40 മീറ്റർ/സെക്കൻഡ് ആണ് വേൾഡ് വാർ 1 സമയത്തല്ലേ. എന്നിട്ട് ഈ ബുള്ളറ്റ് ഇങ്ങനെ എയറിൽ കൂടെ പോയി അതിന്റെ സ്പീഡ് കുറഞ്ഞു പോകും. കാരണം എന്താ? എയർ റെസിസ്റ്റൻസ്. അപ്പോൾ ആദ്യം ഫയർ ചെയ്യുന്നത് ഒരു 800 മീറ്റർ/സെക്കൻഡ് ആണെങ്കിലും കുറേ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്താവും? 40 മീറ്റർ/സെക്കൻഡ് ഒക്കെ ആവും. ഫസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഏകദേശം ഈ ബുള്ളറ്റ് ഇയാളെ നമ്മുടെ ആരാണത്? ആരാണ് ഇയാളെ പേര്? ഫ്രഞ്ച് പൈലറ്റ് അല്ലേ? ഇതിനുള്ളിലുള്ളത് ഫ്രഞ്ച് പൈലറ്റ്. ഇയാളെ അടുത്ത് എത്തുന്ന സമയത്ത് ഇത് ബുള്ളറ്റാട്ടാ. ഇത് ബുള്ളറ്റിന്റെ വെലോസിറ്റി നിങ്ങൾ വിചാരിക്കും ഒരു 40.1 മീറ്റർ/സെക്കൻഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വെലോസിറ്റി കുറഞ്ഞ് ഏകദേശം 40ന്റെ അടുത്തായി എന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് ഗ്രൗണ്ട് ഫ്രെയിമിൽ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക. ഇനി ഈ ഫ്രഞ്ച് പൈലറ്റിന്റെ പെർസ്പെക്റ്റീവിൽ ഇത് വരച്ചു നോക്കിയേ. ഫ്രഞ്ച് പൈലറ്റിന്റെ പെർസ്പെക്റ്റീവിൽ വരയ്ക്കുമ്പോൾ ഇയാൾ പറയാൻ എന്താണ്? ഞാൻ റെസ്റ്റിലാണ്, ഞാനും എൻ്റെ വണ്ടിയും റെസ്റ്റിലാണ് മക്കളെ. എന്നിട്ട് എന്താക്കും? ഇയാളെ വെലോസിറ്റി തിരിച്ചിട്ട് ഈ ബുള്ളറ്റിന് കൊടുക്കും. അപ്പൊ എന്താ സംഭവിക്കുക? ബുള്ളറ്റിന് 2 വെലോസിറ്റി ഉള്ളു. ഒന്ന് 40.1, ഒന്ന് 40 ഇങ്ങോട്ട്. 40.1 ഇങ്ങോട്ട് 40 ഇങ്ങോട്ട് ആയി കഴിഞ്ഞാൽ അർത്ഥം എന്തായി? 0.1 ഇങ്ങോട്ട്. അപ്പൊ ഇയാള് കാണുന്നത്, ഈ ഫ്രഞ്ച് പൈലറ്റ് കാണുന്നത് എന്താ? ഒരു സാധനം 0.1 മീറ്റർ/സെക്കൻഡിൽ ഇങ്ങനെ പോവാന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഫ്രഞ്ച് പൈലറ്റിന് എന്ത് തോന്നിയത്? ഇപ്പൊ ഉള്ളത് ആരാണ്? ഒരു പ്രാണിയാണ് തോന്നി പിടിച്ചത്. പിടിക്കുമ്പോൾ ഇയാളെ ഭാഗ്യത്തിന് എന്തായി? ഫ്രഞ്ച് പൈലറ്റ്സൊക്കെ ഒരു ഗ്ലൗവ് ധരിക്കാറുണ്ടായിരുന്നു പൈലറ്റ്സ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ കൈ കൊണ്ട് ഇങ്ങനെ നമ്മളിന്റെ കൈ കൊണ്ടൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ എന്താവും? കൈ ഈ നല്ല വേദനിക്കും. കാരണം എന്താ? ഈ ബുള്ളറ്റ് എയർ കൂടെ ഉള്ള പോണം. അപ്പൊ എയർ കൂടെ ഇങ്ങനെ പോയി കൊടുക്കുമ്പോൾ ഈ ബുള്ളറ്റിന് ചൂട് കൂടി വരും. കാരണം ഫ്രിക്ഷൻ കാരണം, എയർ റെസിസ്റ്റൻസ് കാരണം ബുള്ളറ്റിന് ചൂടുണ്ടാവും. അപ്പം അയാൾ സാധാരണ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചൂടാനുഭവപ്പെട്ടേ. പക്ഷെ അയാൾ ഗ്ലൗ ഇട്ടുകൊണ്ട് അയാൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ അതൊക്കെ ഒരു ബുള്ളറ്റ് ഒരാളെ വെടിയേക്കാണെങ്കിൽ നിങ്ങൾ എന്താക്കണം? അയാളെ ബുള്ളറ്റിനെ പിടിക്കാൻ നിങ്ങൾ എന്താക്കാം? ഇങ്ങനെ വെടിയേക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ എന്താക്കാം? തിരിഞ്ഞിക്കുക. എന്നിട്ട് ബുള്ളറ്റിന് അധികം സ്പീഡിൽ ഓടാം. എന്നിട്ട് ഒറ്റ കൊടുത്തോ കേട്ടോ. പക്ഷെ അത് പ്രാക്ടിക്കൽ അല്ല. കാരണം ഉസൈൻ ബോൾട്ട് വരെ എത്ര സ്പീഡിലാണ് ഞങ്ങൾ ഓടുന്നത്? 10 മീറ്റർ/സെക്കൻഡ് അങ്ങനെ എന്തോ ഓടുന്നത്. അപ്പോൾ ബുള്ളറ്റ് നല്ല സ്പീഡിലായിരിക്കും ഫയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക. പിന്നെയാണ് സ്പീഡ് കുറയും. അപ്പോൾ അതുകൊണ്ടാണ് അത് പിടിക്കാൻ പറ്റിയത്. അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോളൂ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കാം. എ ബേർഡ് ഫ്ലൈസ് ടു ആൻഡ് ഫ്രോ ബിറ്റ്വീൻ 2 കാർസ് വിച്ച് മൂവ്സ് വിത്ത് സ്പീഡ്സ് V1 ആൻഡ് V2. 2 കാർ ഉണ്ട്. ആ കാർ മൂവ് ചെയ്യുന്ന സ്പീഡ് എന്താണ്? ഒന്ന് V1 സ്പീഡിലും മറ്റൊന്ന് V2 സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബേർഡ് ഈസ് VB. അതിനിടയിൽ അതിന് മുമ്പ് പറഞ്ഞത് എ ബേർഡ് ഫ്ലൈസ് ടു ആൻഡ് ഫ്രോ ബിറ്റ്വീൻ 2 കാർസ്. അതായത് ഈ ഒരു രണ്ട് കാറിന്റെ ഇടയിലായിട്ട് ഈ ബേർഡ് ഇങ്ങനെ പോവാണ്. ടു ആൻഡ് ഫ്രോ, ടു ദുബായ് ടു കോഴിക്കോട് ടു ദുബായ് ടു കോഴിക്കോട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ പ്രശ്നം എന്താണ്? ഈ ദുബായും കോഴിക്കോടും ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ നീങ്ങേ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ നീങ്ങോണ്ടിരിക്കുമ്പോഴാണ് ഈ ബേർഡ് ഇങ്ങനെ പോണത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇഫ് ദ സ്പീഡ് ഓഫ് ദ ബേർഡ് ഇസ് VB. ബേർഡിന്റെ സ്പീഡ് എത്രയാണ്? VB ആണല്ലേ? ബേർഡാണ് കേട്ടോ. ആരാണ്? ബേർഡാണ്. ബേർഡിന്റെ സ്പീഡ് എന്താണ്? VB ആണ്. ആൻഡ് ഇനീഷ്യൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർസ് ഈസ് D. ഇനീഷ്യൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കാർ ഈസ് D. ഇനീഷ്യൽ ഡിസ്റ്റൻസ് D ആണ്. ഓക്കെ, ഫൈൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബേർഡ് till the cars meet.
കാർ മീറ്റ് ചെയ്യണവരെ ഇവര് ഈ ബേർഡ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ്? അപ്പൊ കാറ് മീറ്റ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം എന്താണ്, V1 V2 വലുതാവാം. എന്നാൽ ഈ രണ്ട് കാറും എവിടെയെങ്കിലും പോയിട്ട് മുട്ടും. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഈ V2 എന്ന് പറഞ്ഞത് ഇങ്ങോട്ടാക്കി എടുത്താൽ മതി. അപ്പൊ എന്തായാലും മുട്ടും. V1 കഴിക്കുന്ന V2 ആണെന്നൊന്നും നിർബന്ധമില്ല. മീറ്റ് ചെയ്യാൻ വേണ്ടി എന്താക്കിയത് V2 ഡയറക്ഷൻ എടുത്താൽ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ V1 ഇങ്ങോട്ട് V2 ഇങ്ങോട്ടൊക്കെ ആയിരിക്കണം, എന്നാലേ കാറ് മീറ്റ് ചെയ്യുള്ളൂ. ആ ഡിസ്റ്റൻസ് ആണ് ചോദിക്കണം. മനസ്സിലായി. നമ്മുടെ ഇവിടെ ഈ രണ്ട് കാറ് ഇങ്ങനെ രണ്ടു ഇടത്തേക്ക് ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ഇടത്തേക്ക് പോകുമ്പോൾ എന്താ ചെയ്യണത്, ഒരു ബേർഡ് എന്താക്കണം, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ തട്ടി കാർ മീറ്റ് ചെയ്യണ വരെ ഇതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടി കളിക്കാം. അപ്പൊ ആദ്യം ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. അപ്പൊ ഇതിന് കുറച്ച് സമയം ആകുമ്പോൾ എന്താവും, ഈ കാർ മുമ്പോട്ട് ഉണ്ടാവും. പിന്നെ ഇവിടെ തട്ടി പിന്നെ ഇങ്ങോട്ട് കയറുണ്ടാവും. അപ്പൊ ഈ രണ്ട് കാർ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെ ട്രാവൽ അവസാനം എന്താവും, കൂട്ടിമുട്ടുമ്പോൾ ഈ ബേർഡ് അതിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് മരിക്കും. മനസ്സിലായോ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പേടിക്കണ്ട, ബേർഡ് മരിച്ചിട്ടില്ല. ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം. അപ്പം നമുക്കത് സോൾവ് ചെയ്യണം. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്തായാലും റിലേറ്റീവ് വെലോസിറ്റിയുടെ കോൺസെപ്റ്റ് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സിറ്റുവേഷൻ എന്തിന് ഇക്വലന്റ് ആണ്, ഇത് എന്തിന് ഇക്വലന്റ് ആണ്, ഈ കാറ് എത്ര വെലോസിറ്റി പോകണം നോക്കാം. ഈ കാറിന് റെസ്റ്റ് എടുക്കുക. ഏത് കാറിനെ? വലതുഭാഗത്തുള്ള കാറിന് റെസ്റ്റ് എടുക്കാം. എന്നിട്ട് വലതുഭാഗത്തുള്ള കാറിന്റെ വെലോസിറ്റി ഇവിടെ പോയി വലതുഭാഗത്തുള്ള കാറിന്റെ വെലോസിറ്റി തിരിച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പൊ എന്താവും, ഈ വെലോസിറ്റി എന്താവും, ഓൾറെഡി V1 ഉണ്ടായിരുന്നു, ഇയാളെ വെലോസിറ്റി തിരിച്ച് ഇയാൾക്ക് കൊടുക്കുക. അപ്പൊ എന്തായി, V1 + V2 ആയി. എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്? D ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ സാർ, ഇത് കണ്ട് എന്താ കാര്യം, ടോട്ടൽ ബേർഡ് എത്ര ഡിസ്റ്റൻസ് കാണണമെന്നല്ല ചോദിച്ചത്, പേർക്കൂട്ടല്ല, പറഞ്ഞുതരാം. എല്ലാം കൂടി പറയാൻ നമുക്ക് പറ്റില്ലല്ലോ, ഓരോ കാര്യം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണാൻ പോണത് ഈ കാറ് എത്ര സമയം എടുത്തിട്ടാണ് മറ്റേ കാറിനെ പോയി മുട്ടുന്നത്. സോ ടൈം ടേക്കൺ ഫോർ കാർസ് ടു മീറ്റ്. ഈ എത്ര ടൈം എടുത്തുണ്ടാവും, ഈ ടൈം എത്ര ടൈം എടുത്തുണ്ടാവും? നമുക്കറിയാം, ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് എത്ര വരുന്നത് D ആണ്, സ്പീഡ് എത്ര വരുന്നത് V1 + V2 ആണ്. അപ്പൊ ഇത്ര സമയം എടുത്തിട്ടാണ് എന്താക്കുന്നത്, ഇവർ രണ്ടാളും മീറ്റ് ചെയ്യുന്നത്. ഈ ടൈം ടേക്കൺ ടു കാർസ് ടു മീറ്റ്, അതെന്തിന് ഈക്വൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ടൈം എന്ന് പറയുന്നത് ടൈം ടേക്കൺ ബൈ ബേർഡ് ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഞാൻ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും. അവിടെ ഈ കാർ മീറ്റ് ചെയ്യാത്ത സമയത്ത് തന്നെയല്ലേ ഈ ബേർഡ് ഇങ്ങനെ ചുറ്റി വന്നിട്ട് അവസാനം മരിക്കുന്നത് അല്ലേ. ബേർഡ് ഇങ്ങനെ ചുറ്റി പോയി അവസാനം മരിക്കണത്. അതെപ്പോഴാണ് തീരുന്നത്, ഈ കാർ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ. അപ്പം ബേർഡ് ഈ ഡിസ്റ്റൻസ് ഈ ടോട്ടൽ ഇങ്ങനെ പോയി ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ അടുത്ത അതേ സമയത്ത് തന്നെയാണ് ഈ കാർ ഒന്ന് കൂട്ടിമുട്ടുന്നത്. അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. ടൈം ടേക്കൺ ഫോർ കാർസ് ടു മീറ്റ് ഈസ് ഈക്വൽ ടു ടൈം ടേക്കൺ ബൈ ബേർഡ് ടു ട്രാവൽ ദ ടോട്ടൽ ഡിസ്റ്റൻസ്. ഓക്കെ, അതാണ് എത്ര കിട്ടിയത്, D ഡിവൈഡഡ് ബൈ V1 + V2 കിട്ടിയത്. ഡിസ്റ്റൻസ് ബൈ V1 + V2 കിട്ടിയത്. അപ്പൊ ബേർഡ് എത്ര ടൈമാണ് എടുത്തത്, D ബൈ V1 + V2. ഇനി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബേർഡ് എന്ത് വരും, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബേർഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇക്വേഷൻ എന്താണ്, സ്പീഡ് ഓഫ് ദ ബേർഡ്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താ, സ്പീഡ് ഇൻറ്റു ടൈം. സോ സ്പീഡ് ഓഫ് ബേർഡിന്റെ സ്പീഡ് മൾട്ടിപ്ലൈഡ് ബൈ ടൈം ടേക്കൺ ബൈ ദ ബേർഡ് അല്ലേ. ടൈം ടേക്കൺ ബൈ ബേർഡ് ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ബേർഡ് എത്ര സമയം എടുത്തു. അപ്പൊ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ബേർഡ് നമുക്ക് എന്താ പറയുക, സ്പീഡ് ഓഫ് ദ ബേർഡ് അവർ തന്നിട്ടുണ്ട്, ബി വന്നിട്ടുണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ പിന്നെന്താ പറയുന്നത്, ടൈം ടേക്കൺ ബൈ ബേർഡ് ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. അത് എത്ര അവിടെ പറഞ്ഞത്, D ബൈ V1 + V2. സോ എന്തായി, D ഡിവൈഡഡ് ബൈ V1 + V2. നിങ്ങൾക്കിത് പഠിക്കണമെങ്കിൽ പഠിക്കാം, പക്ഷെ ഇങ്ങനെ കിട്ടിയെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായോ? സംഭവം സിമ്പിൾ ആണ്. ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ബേർഡ് ആയിട്ട് വെച്ച്, ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ബേർഡ് എന്താണ്, സ്പീഡ് ഓഫ് ദ ബേർഡ് മൾട്ടിപ്ലൈ ബൈ ടൈം ടേക്കൺ ബൈ ബേർഡ്. സ്പീഡ് ഓഫ് ദ ബേർഡ് തന്നിട്ടില്ല, എന്താണ്, VB ഇൻറ്റു D. സ്പീഡ് ഓഫ് ദ ബേർഡ് തന്നിട്ടുണ്ട്, എത്രയാണ്, VB തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ആരെ കാണേണ്ടത്, ടൈം ടേക്കൺ ബൈ ബേർഡ് ടു ട്രാവൽ ദ ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുള്ള
എടുത്ത സമയമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഐഡിയ ബൾബ് എത്തണം, ബൾബ് പെട്ടെന്ന് എത്തണം. എന്ത് ഈ കാർസ് മീറ്റ് ചെയ്യാൻ അടുത്ത സമയം തന്നെയാണ് ഈ ബേർഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാത്ത സമയം. അപ്പോൾ കാർ മീറ്റ് ചെയ്യാത്ത സമയത്താണ് കാണാൻ നമ്മൾ എന്ത് ഉപയോഗിച്ച് റിലേറ്റീവ് വെലോസിറ്റി ഉപയോഗിച്ച് ഇയാളെ പെർസ്പെക്റ്റീവ് നോക്കി ആരെ ഇയാളെ മേലക്കറി നോക്കുമ്പോൾ ഇയാൾ V1 + V2 വരുന്നത്. അപ്പോൾ മീറ്റ് ചെയ്യാത്ത സമയത്തിലാണ് കണ്ടെത്തിയത് D/V1 + V2. മനസ്സിലായോ? അത് ഇവിടെ പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിമ്പിളായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇനി സിമ്പിൾ ആയില്ലെങ്കിൽ ജീവിതമല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാവും, ജീവിതമാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. നേരത്തെ ക്വസ്റ്റ്യൻ NCERT എക്സാമ്പിളുകൾ ടൈപ്പുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ക്വസ്റ്റ്യന് NCERTന്റെ തിയറി ഭാഗത്ത് പറഞ്ഞ ഒരു സംഭവമാണ്. ക്വസ്റ്റ്യൻ ആയിട്ടല്ല, നമ്മളത് ക്വസ്റ്റ്യൻ രൂപത്തിൽ മാറ്റി നോക്കും. ഓക്കെ, അപ്പോൾ ഡ്രോ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ഫോളോയിങ് സിറ്റുവേഷൻസ്. ഇനി കുറച്ച് 3 സിറ്റുവേഷൻ തരും. ആ 3 സിറ്റുവേഷന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ഉണ്ടാവാം അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരാം. പൊസിഷൻ ടൈം ഇവിടെ ഇങ്ങനെ ഇതെപ്പോഴാണ് വരാം, പോസിറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ. അതോടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആകുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരാം. പോസിറ്റീവ് വെലോസിറ്റി ആകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നെഗറ്റീവ് വെലോസിറ്റി എങ്ങനെ ഉണ്ടാവും, ജിൻ ഇങ്ങനെ ഉണ്ടാവും, നെഗറ്റീവ് വെലോസിറ്റി. ഇതാരെ ആലോചിച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും. സിമ്പിൾ അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരികയാണ്. ഇവിടെ ഞാനുണ്ട്, പൊസിഷൻ ഉണ്ട്, ഇവിടെ ഞാനുണ്ട്, ടൈം ഉണ്ട്. ഇത് എത്രയാണ് 10, ഇത് എത്രയാണ് 20, അതിനുള്ള 30, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ സാർ, ഓക്കെ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ പോയിന്റ് പാർട്ടിക്കിൾ എ ടൈം 0 ആവുന്ന സമയത്ത് എവിടെ ഉള്ളത്, 10 മീറ്ററിലാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ടൈം 0 ആകുമ്പോൾ പാർട്ടിക്കിൾ എ ഇവിടെയുണ്ട്. ഇതാണ് പാർട്ടിക്കിൾ എ ഉള്ളത്. പിന്നെ ഈ പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി ഇതിലാണ് 1 മീറ്റർ/സെക്കൻഡ് അല്ലെ. അപ്പൊ 1 മീറ്റർ/സെക്കൻഡ് ആകുമ്പോൾ ഈ പോസിറ്റീവ് വെലോസിറ്റിയാണ്, വലത്തോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. അപ്പം ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും, സ്ട്രെയിറ്റ് ലൈൻ. പോസിറ്റീവ് വെലോസിറ്റി ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പാർട്ടിക്കിൾ ബി ടൈം 0 ആകുന്ന സമയത്ത് 20 മീറ്ററിലുള്ളത്. ടൈം 0, പാർട്ടിക്കിൾ ബി 20 മീറ്റർ. സോ പാർട്ടിക്കിൾ ബി ഇവിടെയുള്ളത്. എന്നിട്ട് പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി എന്താണ്, 1 മീറ്റർ/സെക്കൻഡ് വലത്തോട്ട് നമ്മൾ പോസിറ്റീവ് ആക്കി എടുത്തു. അപ്പം നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് രണ്ടും പാരലായിരിക്കും. അതായത് ഒരിക്കലും പോയിട്ട് കൂട്ടിമുട്ടില്ല. എടാ പാരലൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരച്ച പാരലൽ, ഇത് എപ്പോഴും കൂട്ടിമുട്ടി കഴിഞ്ഞാൽ എന്തായി, പാരലൽ അല്ലാതായി. ഇത് എവിടെ പോയി കൂട്ടിയിട്ടില്ലേ, ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇവിടെ പോയി കൂട്ടിമുട്ടാൻ പാടില്ല. കാരണം എന്താ, രണ്ടിനും വെലോസിറ്റി എന്താണ്, 1 ആണ്. രണ്ടിനും വെലോസിറ്റി സെയിം ആണ്. അപ്പോൾ വെലോസിറ്റി പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് ആരുണ്ടാവുക, വെലോസിറ്റി. അപ്പൊ ഇതിന്റെ ചെരിവ് രണ്ടാത്തിനും സെയിം ആണെങ്കിൽ, രണ്ടാളെ ചെരിവും സെയിം ആണെങ്കിൽ കൂട്ടിമുട്ടില്ലല്ലോ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതിന്റെ വെലോസിറ്റി സെയിം ആയി. വെലോസിറ്റി സെയിം ആയതുകൊണ്ട് ഇതിന്റെ ചെരിവ് സെയിം ആയി. ചെരിവ് സെയിം ആയതുകൊണ്ട് ഇത് ഒരിക്കലും പോയി കൂട്ടിമുട്ടില്ല. രണ്ടാം സിറ്റുവേഷൻ നോക്കിയേ, A10 B40 രണ്ടിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. പൊസിഷൻ ടൈം. ഓക്കെ, സോ ഇവിടെ 0, ഇവിടെ 10 മീറ്റർ, ഇവിടെ 20 മീറ്റർ, ഇവിടെ 30 മീറ്റർ, ഇവിടെ 40 മീറ്റർ, 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. ഓക്കെ, സോ ടൈം 0 ആകുന്ന സമയത്ത് പാർട്ടിക്കിൾ എ ഉള്ളത് 10 മീറ്റർ. സോ ടൈം 0 ആകുമ്പോൾ പാർട്ടിക്കിൾ എ ഉള്ളത് 10 മീറ്റർ. പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി 20 മീറ്റർ/സെക്കൻഡ്. 20 മീറ്റർ/സെക്കൻഡ്. സോ 20 മീറ്റർ/സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും വിചാരിക്കുക. കുറച്ച് ചെരിവുണ്ടാവും അല്ലെ. നമുക്ക് തൽക്കാലം ഇങ്ങനെ ഉണ്ട് വിചാരിക്കുക. ഇങ്ങനെ ഉണ്ട് വിചാരിക്കുക. ഇങ്ങനെയാണ് പാർട്ടിക്കിൾ എ പോകണം. ഇതാണ് പാർട്ടിക്കിൾ എ. ഇനി പാർട്ടിക്കിൾ ബിന്റെ എങ്ങനെയാണ്, പാർട്ടിക്കിൾ ബി ടൈം 0 ആകുമ്പോൾ 40 മീറ്റർ. പാർട്ടിക്കിൾ ബി 40 മീറ്റർ. പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി അങ്ങോട്ടേക്കാണ്, വലത്തോട്ട് തന്നെയാണ്. ആ വെലോസിറ്റി എത്ര ആകുന്നത്, 10 മീറ്റർ/സെക്കൻഡ് ആകുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ 10, ഇവിടെ 20. അപ്പം ഇവിടെ വെലോസിറ്റി കുറവാണ്. അപ്പം ഈ പാർട്ടിക്കിൾ ബിന്റെ സ്ലോപ്പ് കുറയണം. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. ഇവിടെ വെലോസിറ്റി കുറവ്, അപ്പൊ ഇതിന്റെ സ്ലോപ്പ് കുറയണം. ഓക്കെ, ഇതിന്റെ പാർട്ടിക്കിൾ എന്റെ സ്ലോപ്പ് നല്ലുണ്ട്, കാരണം പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി 20 ആണ്. പാർട്ടിക്കിൾ ബിന്റെ സ്ലോപ്പ് കുറയണം. ഇതന്നെ ഉണ്ടാവരുത്.
ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല, കുറച്ച് ഇതാക്കി വരയ്ക്കണം, കുറച്ച് ഇങ്ങോട്ടൊക്കെ ആക്കി വരയ്ക്കണം. അപ്പോൾ തൽക്കാലം നമുക്കിതാ ഇങ്ങനെ ആക്കി വരയ്ക്കാം, ഇങ്ങനെ ആക്കി വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടെ പോയി മുട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇതാണ് പാർട്ടിക്കിൾ ബി. പാർട്ടിക്കിൾ എ ഇങ്ങനെ പോകണം. അപ്പോൾ ഈ പോയിന്റിൽ അത് വന്നിട്ട് മുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്ത് കാണണം, ഇത് ഏത് സമയത്താണ് ഇത് മുട്ടുന്നത്, പിന്നെ ഏത് പൊസിഷനിലാണ് മുട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് അറിയണം. ഞാൻ ഗ്രാഫ് ഇങ്ങനെ വരച്ചാണ്, ശരിക്കും ഗ്രാഫ് ഇങ്ങനെ തന്നെ വരുമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഏത് സമയത്താണ് മുട്ടുന്നത്, ഏത് പൊസിഷനിലാണ് മുട്ടുന്നത്, നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പാർട്ടിക്കിൾ ബി റെസ്റ്റിലാക്കി വെക്കാം. പാർട്ടിക്കിൾ ബി റെസ്റ്റിലാക്കി, എന്നിട്ട് പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി തിരിച്ചിട്ട് എക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എ ഇവിടെ ഉള്ളത്, പാർട്ടിക്കിൾ ബിന്റെ വെലോസിറ്റി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പാർട്ടിക്കിൾ എക്ക് വെലോസിറ്റി എന്തുണ്ടാവും, 10 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടാവും. മനസ്സിലായില്ല, 10 തിരിച്ച് ഇവിടെ കൊടുത്ത്, ഇപ്പൊ 10 ഇങ്ങോട്ട് 20 അങ്ങോട്ട്, അപ്പൊ 10 അങ്ങോട്ടൊക്കെ. പാർട്ടിക്കിൾ എന്റെയും പാർട്ടിക്കിൾ ബിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണുള്ളത്, എ 10 മീറ്ററും ബി 40 മീറ്റർ ഉള്ളത്. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 മീറ്റർ ആണ്. 40 മൈനസ് 10, ഇതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 30 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയാൻ പറ്റും, 30 മീറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ എത്ര സമയം എടുത്തിട്ടാണ് പാർട്ടിക്കിൾ എ പാർട്ടിക്കിൾ ബിനുമായിട്ട് കൊളൈഡ് ചെയ്യുന്നത്? സോ ടൈം ടേക്കൺ ഫോർ ദ കൊളീഷൻ എന്താ പറയാൻ പറ്റും, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ 30 ഡിവൈഡ് ബൈ 10, അതായത് 3 സെക്കൻഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 3 സെക്കൻഡ് എടുത്താണ് ഇവർ രണ്ടാളും എന്താവുന്നത്, കൊളൈഡ് ചെയ്യുന്നത്. അതായത് 3 സെക്കൻഡിലാണ് ഇവരെ രണ്ടാളെ പൊസിഷനും സെയിം ആവുന്നത്. എടാ കൊളൈഡ് ചെയ്യുമ്പോൾ പൊസിഷൻ സെയിം ആവില്ലേ, അപ്പോൾ 3 സെക്കൻഡിൽ രണ്ടാളെ പൊസിഷൻ സെയിം ആവണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മുടെ ഗ്രാഫിൽ ഈ 3 സെക്കൻഡ് ഇവിടെ അതിരിക്കും. 3 സെക്കൻഡ് ആവുന്ന സമയത്ത് രണ്ടാളെ പൊസിഷൻ, നമുക്ക് പാർട്ടിക്കിൾ എന്റെ പൊസിഷനും പാർട്ടിക്കിൾ ബിന്റെ പൊസിഷനും സെയിം ആയി. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ ഇത് ഏത് പൊസിഷനിലാണുള്ളത് നോക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് പറയാൻ പറ്റും ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു യു ഡെൽറ്റ ടി പ്ലസ് എ ഡെൽറ്റ ടി സ്ക്വയർ ബൈ 2. അപ്പൊ ഇവിടെ പാർട്ടിക്കിൾ എന്റെ കാര്യം നോക്കാം, എ വെച്ച് നോക്കാം. അപ്പൊ എന്റെ ഡെൽറ്റ എക്സ് എത്ര വരുന്നത്, എന്റെ ഡെൽറ്റ എക്സ് നോക്കുമ്പോൾ എക്സ് ഫൈനൽ മൈനസ് എന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്റെ ഇവിടെ ഉള്ളത് 10 ഉള്ളത്. സോ എക്സ് ഫൈനൽ മൈനസ് 10 ഈസ് ഈക്വൽ ടു എന്റെ വെലോസിറ്റി എത്രയാണ്, എന്റെ വെലോസിറ്റി 20 ആണ്. സോ 20 ഇൻറ്റു എത്ര സമയം എടുത്ത് കൊളൈഡ് ചെയ്യാൻ, 3 സെക്കൻഡ് എടുത്ത്. സോ 3 പ്ലസ് 0 ഇൻറ്റു ഡെൽറ്റ 0 ഇൻറ്റു 3 സ്ക്വയർ ബൈ 2. കാരണം ഇതിന് ആക്സലേഷൻ ഇല്ലല്ലോ, ആക്സലേഷൻ ഇല്ല, അതുകൊണ്ട് 0 ഇൻറ്റു 3 സ്ക്വയർ ബൈ 2. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ആക്സിസ് 0 ആകുമ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഇതിൽ നമുക്ക് എക്സ് ഫൈനൽ എത്രയാണ് കിട്ടും, 20 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 60. സോ 60 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 70 മീറ്റർ കിട്ടും. ഇതാണ് ഉത്തരം. 70 മീറ്റർ കൊളൈഡ് ചെയ്യുന്നതാണ് ഉത്തരം, ആണ് അല്ലേ, അതാണ് ഉത്തരം. അപ്പൊ ഇവിടെ ഈ പൊസിഷൻ എത്രയാണ് വരാം, ഇവിടെ ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഈ പൊസിഷൻ വരാം 70 മീറ്ററിലാണ്. ഈ 70 മീറ്ററിലാണ് കൊളൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് എ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്, ബി വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ബി വെച്ച് ചെയ്ത് നോക്കി, അപ്പൊ എങ്ങനെ ഉണ്ടാവാം, ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ബിന്റെ എക്സ് ഫൈനൽ മൈനസ് ബിന്റെ എക്സ് ഇനീഷ്യൽ ഏതാ ഉള്ളത്, ബിന്റെ എക്സ് ഇനീഷ്യൽ 40. സോ എക്സ് 40 ഈസ് ഈക്വൽ ടു ബിന്റെ വെലോസിറ്റി 10 ഇൻറ്റു ടൈം എത്ര എടുത്തത്, കൊളൈഡ് ചെയ്യാത്ത ടൈം എടുത്തത്, രണ്ടും ഒരേ പൊസിഷനായി അടുത്ത സമയം എടുത്തത് 3 സെക്കൻഡ്. സോ ഇവിടെ 3 വരും. അതിൽ നിന്നും ബിന്റെ എക്സ് ഫൈനൽ എത്ര വരും, 3 ഇൻറ്റു 10 30 പ്ലസ് 40 70. സോ രണ്ടും ഒരേ പൊസിഷനിൽ വരുമ്പോൾ അതിന്റെ ഫൈനൽ പൊസിഷൻ 70 ആയിരിക്കും. ഒന്നെങ്കിൽ ഈ ടൈം ആദ്യം കാണാം, എയിൽ അപ്ലൈ അല്ലെങ്കിൽ ബിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ പൊസിഷൻസ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സംഭവം ഒന്നുമില്ല, സ്ലോപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞാൽ സ്ലോപ്പ് കുറയ്ക്കണം. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആവില്ല, പാരലൽ അത് എവിടെയും പോയി കൊളൈഡ് ചെയ്യും. അപ്പോൾ കൊളൈഡ് ചെയ്യുമ്പോൾ ഏത് സമയമാണെന്ന് കാണും. സമയം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, റിലേറ്റീവ് വെലോസിറ്റി അപ്ലൈ ചെയ്താൽ മതി. റിലേറ്റീവ് വെലോസിറ്റി അപ്ലൈ ചെയ്യാൻ നിർബന്ധമില്ല, ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യാം. പക്ഷെ റിലേറ്റീവ് വെലോസിറ്റി ചെയ്താൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ചെയ്യുമ്പോൾ ടൈം 3 സെക്കൻഡ് കിട്ടി. 3 സെക്കൻഡ് കിട്ടിയതിനു ശേഷം A 3 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്ത് നോക്കിയാൽ മതി.
മനസ്സിലായോ? അപ്പോൾ എന്റെ ഫൈനൽ പൊസിഷൻ കാണാൻ പറ്റും. അങ്ങനെയാണ് എന്റെ നോക്കാം, അല്ലെങ്കിൽ ബിന്റെ നോക്കാം. രണ്ടിലും നോക്കിയാലും സെയിം പൊസിഷനാണ് വരിക. എത്രയാണ്? 70 മീറ്റർ ആണ് വരിക. ഓക്കെ, മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കൂ. ഇതാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ സിറ്റുവേഷനിൽ എ 20 മീറ്റർ പെർ സെക്കൻഡിൽ ബി 10 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമുക്ക് അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാം. സോ ഇവിടെ പൊസിഷൻ, ഇവിടെ ടൈം, ഇവിടെ 10 മീറ്റർ, ഇവിടെ 20 മീറ്റർ, ഇവിടെ 30 മീറ്റർ, ഇവിടെ 40 മീറ്റർ, ഇവിടെ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, അങ്ങനെ പോകണം. ടൈം 0 ആകുമ്പോൾ എ ഉള്ളത് 10 മീറ്റർ. സോ എ ഉള്ളത് 10 മീറ്റർ. ടൈം 0 ആകുമ്പോൾ ബി ഉള്ളത് 40 മീറ്റർ. ടൈം 0 ആകുമ്പോൾ ബി ഉള്ളത് 40 മീറ്റർ. എന്റെ വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് വലത്തോട്ടും. സോ വലത്തോട്ട് എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവും, ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. അല്ലെ, പോസിറ്റീവ് വെലോസിറ്റി ആകുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ ഉണ്ടാവും. ബിന്റെ വെലോസിറ്റി ഇടത്തോട്ടാണുള്ളത്. അപ്പൊ ഇടത്തോട്ട് വന്ന ഗ്രാഫ് ഇങ്ങനെയാണുള്ളത്, നമ്മൾ നെഗറ്റീവ് വെലോസിറ്റി അല്ലെ, ഇങ്ങനെ ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ 40 ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് പിന്നെ ബിന്റെ ഗ്രാഫ് എന്താ ചെയ്യുക? ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകും അല്ലെ, ഇങ്ങനെ താഴോട്ട് പോകും. അപ്പൊ തൽക്കാലം ഇത് ഇങ്ങനെ പോകേണ്ടിരിക്കുക, ജി ഇങ്ങനെ പോകണ്ടാവും. തൽക്കാലത്തൊക്കെ വെച്ചാട്ടോ. ഇനി നമ്മൾ ഇതിന്റെ കറക്റ്റ് പൊസിഷനും കറക്റ്റ് ടൈം എത്രയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ടൈം എത്രയാണെന്നുള്ള കാര്യം നോക്കാം. സോ നമുക്ക് എന്ത് പറയാം? എ പോകുന്നുണ്ട്, ബിയും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ബി എന്തിനാക്കാം? ബീനെ റെസ്റ്റിലാക്കാം. ബീനെ പറയാം അവിടെ നിൽക്കുന്നത്. ബിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ബിന്റെ വെലോസിറ്റി തിരിച്ചിട്ട് എ കൊടുക്കാം. സോ തിരിച്ചു കൊടുക്കുമ്പോൾ എക്ക് ഓൾറെഡി ആരുണ്ട്? 20 ഉണ്ട്. ബിന്റെ വെലോസിറ്റി കൂടി കൊടുക്കുമ്പോൾ എന്തായി? 20 + 10 ആയി. അപ്പൊ അതായത് എത്രയായി? 30 മീറ്റർ പെർ സെക്കൻഡ്. എത്ര ഡിസ്റ്റൻസ് അതിന്റെ ഇടയിലുള്ളത്? അതെങ്ങനെ കാണും സാർ? അതിനല്ലേ ഇവർ ഡയഗ്രാം തന്നത്. എ ഉള്ളത് 10ലും ബി ഉള്ളത് എവിടെയാണ്? 40ലാണ്. സോ ഇതിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് എത്രയുള്ളത്? 30 ഉണ്ട്. സോ ഇതിന്റെ ഇടയിലെ ഡിസ്റ്റൻസ് 30 മീറ്റർ ആണ്. ഇനി ഇത് കൊളൈഡ് ചെയ്യാനുള്ള സമയം കണ്ടെത്തിക്കൂടെ? കൊളൈഡ് ചെയ്യാനുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരും ഒരേ പൊസിഷനിൽ എത്താനുള്ള സമയം. സോ രണ്ടുപേരും ഒരേ പൊസിഷനിൽ എത്താനുള്ള സമയം എന്താണ്? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സോ ഡിസ്റ്റൻസ് ഉള്ളത് 30 മീറ്റർ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് ഉള്ളതും 30. സോ 30/30 എത്രയും 1 സെക്കൻഡ്. സോ ഇത് കൊളൈഡ് ചെയ്യുന്നത് എവിടെയാണ്? 1 സെക്കൻഡിലാണ്. അപ്പൊ കൊളൈഡ് ചെയ്യേണ്ടത് ഇവിടെയാണ് കൊളൈഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ പോയിന്റിലാണ് കൊളൈഡ് ചെയ്യേണ്ടത്. സോ ഈ പോയിന്റ് കൊളൈഡ് ചെയ്യണം അല്ലെ. ഇനി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടാവും? നമുക്ക് എ വെച്ചും ചെയ്യാൻ പറ്റും, ബി വെച്ചും ചെയ്യാൻ പറ്റും. അതുകാരണം നമുക്ക് എ വെച്ച് ചെയ്യാം. എ വെച്ച് ചെയ്യുമ്പോൾ Δx = v Δt അല്ലേ. വെലോസിറ്റി ഇൻറ്റു ടൈം, ഡിസ്പ്ലേസ്മെന്റ് ഈസ് വെലോസിറ്റി ഇൻറ്റു ടൈം. സോ ഇവിടെ എയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താവും? ഡിസ്പ്ലേസ്മെന്റ്. എന്റെ ഫൈനൽ പൊസിഷൻ നമുക്ക് അറിയണം. അത് നമ്മൾ എക്സ് ഫൈനൽ എഴുതി. എന്റെ ഇനീഷ്യൽ പൊസിഷൻ, എ എവിടെ ആദ്യം ഇനീഷ്യലി ഉള്ളത്? 10 മീറ്ററിലാണ്. സോ എക്സ് ഫൈനൽ - 10 = എന്റെ വെലോസിറ്റി എത്രയാണ്? 20. എന്നിട്ട് എക്സ് ഫൈനൽ എത്താനെടുത്ത സമയം എത്രയാണ്? 1. അപ്പൊ അതിന്റെ അർത്ഥം എക്സ് ഫൈനൽ എത്രയാണ്? എക്സ് ഫൈനൽ വരാം 20 + 10 എത്രയാണ്? 30 മീറ്റർ. സോ ഈ 30 മീറ്ററിൽ ഇവിടെ എത്തുമ്പോഴാണ് അതെന്താവുന്നത്? രണ്ടിന്റെയും പൊസിഷൻസ് സെയിം ആവണം. ഇനി ഇതേ സംബന്ധിച്ച് ബിയിൽ വെച്ചും പറയാൻ പറ്റും. ബി വെച്ച് പറയുമ്പോൾ എക്സ് ഫൈനൽ അതാണ് നമ്മൾ കാണേണ്ടത്. ബിന്റെ എക്സ് ഇനീഷ്യൽ എത്രയാണ്? ബിന്റെ എക്സ് ഇനീഷ്യൽ 40 ആണ്. സോ 40 = ബിന്റെ വെലോസിറ്റി എത്രയാണ്? എന്താ ബിന്റെ വെലോസിറ്റി? 10 മീറ്റർ പെർ സെക്കൻഡ് ഇടത്തോട്ട്. സോ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ എന്താവും? -10 ഇൻറ്റു കൊളൈഡ് ചെയ്യാത്ത സമയം 1 സെക്കൻഡ്. സോ എക്സ് ഫൈനൽ എന്ന് പറയുമ്പോൾ 40 - 10 എത്ര വരും? 30 മീറ്റർ. രണ്ട് സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാലും 30 മീറ്ററിലാണ് കൊളൈഡ് ചെയ്യാനുള്ള കാര്യം കിട്ടി. ഓക്കെ, സോ 30 മീറ്ററിലാണ് കൊളൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 1 സെക്കൻഡ് ഇവിടെ, 30 മീറ്റർ ഇവിടെ. അപ്പൊ ഈ ഗ്രാഫ് ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്, കാരണം ഇത് വരച്ചത് ശരിയായില്ല. സോ നമുക്ക് മനസ്സിലായി 1 സെക്കൻഡ് ഇവിടെ മൊത്തം 1 സെക്കൻഡ് ആണ്, ഇവിടെ മൊത്തം 1 സെക്കൻഡ് ആണ് കേട്ടോ. ഇനി എയും ബിയും കൊളൈഡ് ചെയ്യുന്ന പോയിന്റ് 30 മീറ്റർ ഉണ്ട്, ഇവിടെയാണ് കൊളൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ആയിരിക്കും എന്റെ സംഭവം പോവാം. ഇനി ബിന്റെ എങ്ങനെ പോവാം? ഇതാണ് ഇങ്ങനെ വരച്ചാണ് എ. ബിന്റെ എങ്ങനെ പോവാം? ബിന്റെ ഇതേ പോയിന്റ് ഇവിടെ തട്ടണം, 1 സെക്കൻഡ് ഇവിടെ തട്ടണം. അപ്പൊ ബിന്റെ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് ബിന്റെ ഗ്രാഫ്. ബിന്റെ കുറച്ച് കട്ടി കൂട്ടി വരയ്ക്കുകയാണ്. ഇതാണ് ബിന്റെ ഗ്രാഫ്. ഓക്കെ, സംഭവം ചെയ്യല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഏത് പൊസിഷനിലാണെന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉള്ള ടൈമും ഏത് പൊസിഷനിലാണെന്നുള്ള കാര്യം കണ്ടെത്താൻ
അങ്ങനെയാണ് ഗ്രാഫ് വയ്ക്കുക. സിമ്പിളായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ ഇനി പാർട്ടിക്കിൾ ഓൺ എ മൂവിങ് ഓബ്ജക്റ്റിന്റെ കാര്യം പറയാണ്. ഇവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്, ഇതാണ് ആ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിന്റെ മേലെ ഒരു പാർട്ടിക്കിൾ വെച്ചിട്ടുണ്ട്. പുറത്തുള്ളത് ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളാണ്. അയാൾ ഈ ഗ്രൗണ്ട് ഫ്രെയിമിൽ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, ഗ്രൗണ്ടിൽ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട്, ആ ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് 2 മീറ്റർ പെർ സെക്കൻഡിലാണ്. അതായത് ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആൾ നോക്കുമ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞാൽ ആദ്യം പാർട്ടിക്കിൾ ഉള്ളത് 0-ലാണ്. 1 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിൾ എവിടെ വരും? 2 മീറ്റർ ജമ്പ് ചെയ്തിട്ട് ഇവിടെ വരും. ഈ 2 മീറ്ററിൻ്റെ അവിടെ വരും 1 സെക്കൻഡ് കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് ഗ്രൗണ്ടിലുള്ള ആൾ കാണുന്നത്. ഇതെപ്പോൾ പാർട്ടിക്കിൾ ഈസ് മൂവിങ്, ഓൺലി പാർട്ടിക്കിൾ ഈസ് മൂവിങ്, പാർട്ടിക്കിൾ മാത്രമാണ് മൂവിങ് ആണെങ്കിൽ കാണാം. ഇനി ഓൺലി ഒബ്ജക്റ്റ് ഈസ് മൂവിങ് നോക്കാം. ഇവിടെ ഒബ്ജക്റ്റ് മാത്രമേ മൂവ് ചെയ്യണുള്ളൂ, അതായത് ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഒബ്ജക്റ്റ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളെങ്കിൽ ഇയാൾ പറയാം പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 ആണെന്നാണോ? അല്ല, ഇയാൾ പറയാം ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ്. അതെന്താ സാർ അങ്ങനെ? നോക്ക്, ഇവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 1 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് 1 മീറ്റർ മുമ്പോട്ട് നീങ്ങും. ഈ ഒബ്ജക്റ്റിന് മേലെയാണ് ആരെ വെച്ചത്? പാർട്ടിക്കിളിനെ വെച്ചത്. സോ ഒബ്ജക്റ്റ് 1 സെക്കൻഡിൽ 1 മീറ്റർ മുമ്പോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾ ഉണ്ടാവും. പാർട്ടിക്കിൾ ഒബ്ജക്റ്റിന് മേലെ വെച്ചുകൊണ്ട് പാർട്ടിക്കിളും 1 സെക്കൻഡിൽ 1 മീറ്റർ മുമ്പോട്ട് നീങ്ങും. ശരിക്കും ഈ പാർട്ടിക്കിൾ എന്തില്ല? പാർട്ടിക്കിളിന് വെലോസിറ്റി ഇല്ല. പക്ഷെ ഈ പാർട്ടിക്കിൾ ഈ ഒബ്ജക്റ്റിന്റെ മേലെ വെച്ചത് കൊണ്ട് ഗ്രൗണ്ടിലുള്ള ആൾ പറയാം ഇത് 1 സെക്കൻഡിൽ ഈ പാർട്ടിക്കിൾ ആദ്യം 0-ലാണ് ഉണ്ടായത്, 1 സെക്കൻഡ് ആ പാർട്ടിക്കിൾ ഈ 1 മീറ്റർ പൊസിഷനിലാണുള്ളത്, അതുകൊണ്ട് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് ഈ ഗ്രൗണ്ടിലുള്ള ആൾ പറയാം. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. മൂന്നാമത്തെ കേസിൽ എന്താ പറയുന്നത്? ബോത്ത് ആർ മൂവിങ്, രണ്ടും മൂവ് ചെയ്യാണ്. നമ്മുടെ പാർട്ടിക്കിളും മൂവ് ചെയ്യാണ്, അതേപോലെ നമ്മുടെ ഒബ്ജക്റ്റും മൂവ് ചെയ്യാണ്. ഒബ്ജക്റ്റ് 1 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കാം. നമ്മുടെ ഒബ്ജക്റ്റ് 1 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഗ്രൗണ്ടിലുള്ള ആള് ഈ പാർട്ടിക്കിളിനെ എത്ര വെലോസിറ്റിയിലാണ് കാണുന്നത്? ഓക്കെ, സോ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. ശരിക്കും പാർട്ടിക്കിള് 2 മീറ്റർ പെർ സെക്കൻഡിലാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പം പാർട്ടിക്കിള് 2 മീറ്റർ മുമ്പോട്ട് നീങ്ങും. 1 സെക്കൻഡിൽ 2 മീറ്റർ മുമ്പോട്ട് നീങ്ങും. പക്ഷെ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? 1 മീറ്റർ മുമ്പോട്ട് നീങ്ങുന്നുണ്ട് 1 സെക്കൻഡിൽ. അപ്പോൾ ഈ പാർട്ടിക്കിൾ ടോട്ടൽ എത്ര നീങ്ങും? പാർട്ടിക്കിൾ ടോട്ടൽ നീങ്ങാൻ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായില്ല. ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഈ 1 സെക്കൻഡിൽ പാർട്ടിക്കിൾ 2 മീറ്റർ നീങ്ങും. 1 സെക്കൻഡിൽ പാർട്ടിക്കിൾ 2 മീറ്റർ നീങ്ങും. ആ പാർട്ടിക്കിളുള്ള ഒബ്ജക്റ്റ് 1 സെക്കൻഡിൽ 1 മീറ്റർ നീങ്ങും. അപ്പം ഈ ഗ്രൗണ്ടിലുള്ള ആൾ കാണാം ഈ പാർട്ടിക്കിൾ 2 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നതല്ല. ഗ്രൗണ്ടിലുള്ള ആൾ കാണാം ഈ പാർട്ടിക്കിൾ 3 മീറ്റർ പെർ സെക്കൻഡ് മൂവ് ചെയ്യുന്നതാണ്. കാരണം ടോട്ടല് അത് 3 മീറ്റർ നീങ്ങിയിട്ടുണ്ടാവും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഈ ഗ്രൗണ്ടിലുള്ള ആൾ പറയാം ഈ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു 2 + 1 ഈസ് ഈക്വൽ ടു 3 മീറ്റർ പെർ സെക്കൻഡ്. അതായത് നമുക്ക് മനസ്സിലായത് നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ മൂവിങ് ഒബ്ജക്റ്റ്, ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ മേലെ ഒരു പാർട്ടിക്കിൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് വെലോസിറ്റി എത്രയാണ് ഉണ്ടാവാം? വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ when object is not moving plus velocity of object. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. എന്താ പറഞ്ഞത്? ഒരു പാർട്ടിക്കിൾ ഒരു മൂവിങ് ഒബ്ജക്റ്റിനെ മേലെ വെച്ച്
എന്നിട്ട് ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആള് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ അയാൾ എന്താ പറയാ, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എത്രയാണ്, പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്, ആ വെലോസിറ്റിയാണ് ഈ പാർട്ടിക്കിളിന്റെ നെറ്റ് വെലോസിറ്റി ആയിട്ട് ഗ്രൗണ്ടിലുള്ള ആൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗ്രൗണ്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്രെയിമിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കേസ് നോക്കാം. ഈ കേസ് നോക്കുമ്പോൾ ഒരു പാർട്ടിക്കിൾ എക്സ് മീറ്റർ പെർ സെക്കൻഡിലാണ് പോകുന്നത്, ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആൾ പറയാം വി പി ഇസിക്കൽ എക്സ്. ഗ്രൗണ്ട് ഫ്രെയിമിൽ ആൾ കാണുന്ന വെലോസിറ്റി ആണ് എക്സ് മീറ്റർ പെർ സെക്കൻഡ്. സോ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലുള്ള ആൾ പറയും എക്സ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയും. ഇനി ഇവിടെ രണ്ടാളും മൂവ് ചെയ്യാണ്. പാർട്ടിക്കിൾ വി പി വെലോസിറ്റിയിലും ഒബ്ജക്റ്റ് വി ഒ വെലോസിറ്റിയിലും മൂവ് ചെയ്യാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആൾ എന്താ പറയാം, ഗ്രൗണ്ട് ഫ്രെയിമിൽ പറയാം എന്താ പറയാ, നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ മൂവിങ് ഒബ്ജക്ട്. ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കുമ്പോൾ നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ മൂവിങ് ഒബ്ജക്ട്, അതാണ് ഇവിടെ വി പി എഴുതുന്നത്. ഗ്രൗണ്ട് ഫ്രെയിമിലുള്ള ആളെ പെർസ്പെക്റ്റീവിലാണ് എല്ലാ വെലോസിറ്റിയും വരച്ചിരിക്കുന്നത്. സോ ഇയാൾ പറയും നെറ്റ് വെലോസിറ്റി അതായത് വി പി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്ട് ഈസ് നോട്ട് മൂവിങ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ ഈ പാർട്ടിക്കിൾ വെലോസിറ്റി എത്രയാണ്, ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ പാർട്ടിക്കിൾ വെലോസിറ്റി എത്രയുള്ളത്, എക്സ് മീറ്റർ പെർ സെക്കൻഡ്. ഒബ്ജക്റ്റ് ഇവിടെ മൂവ് ചെയ്യുന്നില്ലല്ലോ, ആ സമയത്ത് പാർട്ടിക്കിൾ വെലോസിറ്റി എത്രയാണ്, എക്സ് മീറ്റർ പെർ സെക്കൻഡ്. സോ എക്സ് പ്ലസ് പിന്നെന്താ പറഞ്ഞത്, പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്, പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്, അതായത് ഇവിടെ പ്ലസ് വി സീറോ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താക്കി എഴുതാം, വി പി മൈനസ് വി സീറോ എന്ന് പറയാം. അതായത് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ്. മനസ്സിലായോ? സോ എക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ആരാണ്, ഇത് എക്സ് എന്ന് പറഞ്ഞാൽ എന്തെന്നും പറയാം, എക്സ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ്. എന്തെങ്കിലും പറയാം, വെലോസിറ്റി ഒന്നുകിൽ ഇങ്ങനെ പറയാം, എക്സ് എന്ന് പറഞ്ഞാൽ വി പി ഒ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയാം, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ്. അപ്പൊ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയാണോ അതാണ് ആര്, വി പി ഒ, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലായ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എ പാർട്ടിക്കിൾസ് വെലോസിറ്റി ഓൺ എ മൂവബിൾ ഒബ്ജക്ട് ഈസ് ഗിവൺ, മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിന് മേലെയുള്ള ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ് ആണ്. അല്ലെങ്കിൽ എന്ത് പറയാം, ആ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ്, ഇങ്ങനെയും പറയാം. ഈ സംഭവം പറഞ്ഞ ഈ കാര്യം എൻ്റെ വൈഫ് പറഞ്ഞതാണ്. ഞാൻ കുറേ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റാതെ കുറേ ബുക്ക് നോക്കി, അതിലൊന്നും കറക്റ്റായിട്ട് പറയില്ല. അവസാനം വൈഫിനെ വെച്ച് വൈഫ് പെട്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞാൽ പോലെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സംഭവം പഠിച്ചാൽ സംഭവം സിമ്പിളായി. ഇപ്പോൾ ഏതെങ്കിലും മൂവബിൾ ഒബ്ജക്റ്റിന് മേലെ ഉള്ള വെലോസിറ്റി തരാണെങ്കിൽ ആ വെലോസിറ്റി എന്താണ്, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ് ആണ്. അല്ലെങ്കിൽ എന്ന് പറയാം, ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ് ആണ്. ഒരു റിലേറ്റീവ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഇത്. ഓക്കെ, നീറ്റ് 2017 ചോദിച്ച ചോദ്യമാണ് ഇത്. നിങ്ങളുടെ NCERT എക്സാംപ്ലറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചോദ്യം ഇങ്ങനെയാണ്, പ്രീതി reached the metro station and found that the escalator was not working. സോ എസ്കലേറ്റർ അറിയില്ലേ, നമ്മൾ മാളിൽ പോകുമ്പോൾ ഒക്കെ, അതേപോലെ മെട്രോ സ്റ്റേഷനിൽ കൊച്ചിക്കാർക്ക് അറിയുന്നു മെട്രോ സ്റ്റേഷന്. പക്ഷെ ബാക്കി മെട്രോ സ്റ്റേഷൻ ഇല്ലാത്ത ആൾക്കാർ മാളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ മേലോട്ട് കയറുന്ന ഒരു പടിയില്ലേ, വയസ്സായ ആൾക്കാർ കയറുമ്പോൾ എന്തൊക്കെ ഇടിഞ്ഞു വഞ്ഞു പോകും. അങ്ങനെ ഒരു സംഭവമുണ്ട്, അറിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക. പക്ഷെ അങ്ങനെ സംഭവമുണ്ട്. അപ്പം നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെ അതിൻ്റെ മേലെ കയറുന്ന അതിന് ഇങ്ങനെ മേലെ കൊണ്ടേക്ക് തരും. അപ്പോൾ പ്രീതി പോയപ്പം ആ എസ്കലേറ്റർ വർക്ക് ചെയ്തിട്ടില്ല. സോ ഷീ വാക്ക് അപ്പ് ദ സ്റ്റേഷനറി എസ്കലേറ്റർ ഇൻ ടൈം T1. സോ വർക്ക് ചെയ്യാത്ത എസ്കലേറ്ററിൻ്റെ മേലെ കൂടെ അയാൾ പ്രീതി നടന്നു കയറി മേലെ എത്താത്ത സമയത്ത് T1 സമയത്ത്. ഓൺ അതർ ഡേയ്സ്, വേറൊരു ദിവസം പോയപ്പോൾ, ഇഫ് ഷീ റിമെയിൻ സ്റ്റേഷനറി ഓൺ ദ മൂവിങ് എസ്കലേറ്റർ, മൂവ് ചെയ്യുന്ന എസ്കലേറ്റർ, ഇപ്പോൾ വർക്ക് ചെയ്യേണ്ട എസ്കലേറ്റർ. അപ്പം പെൺകുട്ടി എന്തായില്ല, ഇങ്ങനെ നടന്നു പോയില്ല, കാരണം വർക്ക് ചെയ്യില്ല, വെറുതെ നിന്നാക്കിയല്ലോ. വെറുതെ നിന്നപ്പം
then the escalator takes her up in time t2. അപ്പം t2 സമയം കൊണ്ടാണ് എത്തുന്നത്. മനസ്സിലായോ? എസ്കലേറ്റർ വർക്ക് ചെയ്യുമ്പോൾ t1 സമയം, എസ്കലേറ്റർ വർക്ക് ചെയ്യാതാകുമ്പോൾ t1 സമയം, എസ്കലേറ്റർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ t2 സമയം കൊണ്ട് പ്രീതിക്ക് മേലെ എത്താം. The time taken by her to walk up on the moving escalator will be. എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പ്രീതി നടക്കുന്നുമുണ്ട്, അപ്പോൾ പ്രീതി എത്ര സമയത്തെത്തും? ഓക്കെ, അപ്പോൾ ആ സംഭവമാണ് ഞാനിവിടെ ചിത്രമായിട്ട് വരച്ച് നിൽക്കുന്നത്. ഈ ചിത്രം ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, ഞാൻ വരച്ചാണ്. സോ ഇവിടെ ആണ് നമ്മുടെ എസ്കലേറ്റർ ഉള്ളത്. ഫസ്റ്റത്തെ കേസിൽ ഈ പാർട്ടിക്കിൾ, അതായത് പ്രീതി, ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ ഉള്ളത്. നമ്മളൊരു ഗ്രൗണ്ട് ഫ്രെയിമിൽ നോക്കുകയാണ്, നമുക്ക് മനസ്സിലായി t1 സമയം കൊണ്ടാണ് ഈ പ്രീതി മേലോട്ടൊക്കെ എത്തിയത്. ഓക്കെ, രണ്ടാമത്തെ കേസിൽ പ്രീതി മൂവ് ചെയ്യുന്നില്ല, ഈ ഒബ്ജക്റ്റ് ആയിട്ടുള്ള എസ്കലേറ്റർ അത് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ പ്രീതി t2 സെക്കൻഡിലാണ് ഗ്രൗണ്ട് ഫ്രെയിമിലാണ് നോക്കുമ്പോൾ എത്തിയത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഈ പ്രീതി മൂവ് ചെയ്യുന്നുണ്ട്, ഈ എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എത്ര സമയത്താണ് എത്തുന്നത്? ഓക്കെ, സോ നമുക്കറിയാം ഈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ടൈം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിക്കൂടെ, ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, പ്രീതി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്, ഇവിടെ അവസാനിക്കുന്നത്. സോ ഈ ഡിസ്റ്റൻസ് എത്രയാണത്? d ആണെന്ന് നമ്മൾ വിചാരിക്കാം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ പ്രീതിൻ്റെ വെലോസിറ്റി. അത് ഞാൻ vp എന്ന് നിൽക്കുകയാണ്, വെലോസിറ്റി ഓഫ് പ്രീതി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ എന്ന് വിചാരിച്ചു. അതാണ് ആര്? t1. സോ t1 എന്ന് പറഞ്ഞാൽ d ബൈ vp എന്ന്. ഇനി ഇവിടെ t2 എത്ര വരാം? t2 എന്ന് പറഞ്ഞാൽ ഈ പ്രീതി ഇവിടെ നിൽക്കുന്നത്, പക്ഷേ ഈ താഴത്തുള്ള പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പ്രീതി അതിൻ്റെ കൂടെ മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഈ പോയിന്റ് ഇവിടെ നിന്നും ഇവിടെ എത്താൻ എത്ര സമയം എടുത്ത്, എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്ത്? d ഡിസ്റ്റൻസ്. സോ നമുക്ക് പറയാൻ പറ്റും t2 എന്ന് പറയുന്നത് d ഡിവൈഡഡ് ബൈ VO. VO എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം, വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് ഈ t ആണ്, ഈ t. അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടു വിധത്തിൽ ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് നെറ്റ് വെലോസിറ്റി മെത്തേഡാണ്. നെറ്റ് വെലോസിറ്റി മെത്തേഡിൽ എന്താ പറയുന്നത്? നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവിങ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ ടു ഗ്രൗണ്ട് ഫ്രെയിം എന്നാണ് നോക്കുന്നത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ് പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. സോ ഇവിടെയുള്ള ഈ നെറ്റ് വെലോസിറ്റി എന്താ വരാം? നെറ്റ് വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ്. ഒബ്ജക്റ്റ് മൂവ് ചെയ്യാതിരിക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി അതാരാളുള്ളത്? vp ആളുള്ളത്, പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്, അല്ലെ? ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി, ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണുള്ളത്? വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് VO ആണുള്ളത്, VO ആണുള്ളത്. ഓക്കെ, സോ ഇതാണ് നെറ്റ് വെലോസിറ്റി. ഈ നെറ്റ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഇതാണ് നെറ്റ് വെലോസിറ്റി. ഈ നെറ്റ് വെലോസിറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം. vp എന്ന് പറഞ്ഞാൽ എന്താണ്? d ബൈ t1 ആണ്. vp എന്ന് പറഞ്ഞാൽ d ബൈ t1 ആണ്. VO എന്ന് പറഞ്ഞാൽ എന്താണ്? d ബൈ t2 ആണ്. VO എന്ന് പറഞ്ഞാൽ d ബൈ t2 ആണ്. ഈ നെറ്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താവും? d ഡിവൈഡ് ബൈ t ആവും, അല്ലേ? ഇവിടെ എത്ര വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസിന്റെ d, എത്ര സമയം എടുത്ത്? t സെക്കൻഡ്. സോ d ബൈ t. സോ ഇതിന് നമുക്ക് പറയാൻ പറ്റും d ബൈ t വിൽ ബി ഈക്വൽ ടു d ഇൻറ്റു 1 ബൈ t1 പ്ലസ് 1 ബൈ t2. d ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ t ഈസ് ഈക്വൽ ടു 1 ബൈ t1 പ്ലസ് 1 ബൈ t2. ഇനി നമ്മൾ 1 ബൈ t ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു t2 പ്ലസ് 1 ഇൻറ്റു t1 ഡിവൈഡ് ബൈ t1 t2. അതായത് t എന്ന് പറഞ്ഞാൽ എന്തായി? t1 t2 ബൈ t1 പ്ലസ് t2 ആയി. സോ ഇത് നെറ്റ് വെലോസിറ്റി വെച്ച് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി വേറൊരു മെത്തേഡ് ഉള്ളത് റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ടാണ്. ഇപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? സെക്കൻഡ് മെത്തേഡ്. റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ പഠിച്ചത് വെലോസിറ്റി, if velocity of a particle on a movable object is given, then that velocity is velocity of particle relative to object.
ഓർ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് അല്ലേ. അതായത് ഒരു മൂവബിൾ ഒബ്ജക്റ്റിൽ ഒരു പാർട്ടിക്കിളിന്റെ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ ആ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി VPO ആണ് അല്ലേ. വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ് ആണ്. സോ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഈ വെലോസിറ്റി എന്ന് പറയുന്നത് VPO ആണ്. VPO ആണ് ആരുണ്ടാവുക d/t1. ഇനി ഇവിടെ നമുക്ക് പറയാൻ പറ്റും VO വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് d/t2 ആണ്. ഇവിടെ എന്താ ചോദിക്കുന്നത് VP ആണ് ചോദിക്കുന്നത്. ഗ്രൗണ്ടിലുള്ള ആള് റിലേറ്റീവ് വെലോസിറ്റി എല്ലാം കാണാം, ഗ്രൗണ്ടിലുള്ള ആള് VP വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ മാത്രമാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇയാൾ എന്താ സാറ് റിലേറ്റീവ് വെലോസിറ്റി കാണുന്നത്? ഇയാൾ കാണുന്ന റിലേറ്റീവ് വെലോസിറ്റി അല്ല, പക്ഷെ നമ്മളത് പ്രൂവ് ചെയ്ത് ഇങ്ങനെ ഒബ്ജക്റ്റ് റെസ്റ്റുള്ള സമയത്ത് പാർട്ടിക്കിളിന്റെ വെലോസിറ്റി തന്നു കഴിഞ്ഞാൽ ആ വെലോസിറ്റി എന്ന് പറയുന്നത് VPO ആണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ VPO ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ഈ VP മൈനസ് VO എന്താക്കി എഴുതാം? d/t1 എഴുതാം. സോ VP എന്ന് പറഞ്ഞാൽ എന്താണ്? VP മൈനസ് VO എന്ന് പറയുന്നത് എന്താണ്? d/t2. അതാണ് ആരായത്? d/t1 ആയത്. സോ അതിൽ നിന്നും VP എന്ന് പറയുന്നത് d/t2 പ്ലസ് d/t1 ആണ്. എന്താ VP എന്ന് പറയുന്നത്? നമുക്ക് ഇങ്ങനെ ഉണ്ട്, ഇവിടെ VP എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് ഡിവൈഡ് ബൈ അതിന് എത്ര സമയം എടുത്ത് d/t എന്ന് പറയാം. സോ ഈ VPക്ക് വരും നമുക്ക് d/t ഈസ് ഈക്വൽ ടു d/t2 പ്ലസ് d/t1. അതായത് d/t വിൽ ബി ഈക്വൽ ടു d ഇൻറ്റു 1/t2 പ്ലസ് 1/t1. സോ d കട്ട് ചെയ്ത് പോയി 1/t എന്തായി? 1/t2 പ്ലസ് 1/t1 ആയി. അതായത് 1/t എന്ന് പറയുന്നത് t1 പ്ലസ് t2 ഡിവൈഡ് ബൈ t1 t2. 1/t ഇങ്ങനെയാണെങ്കിൽ t എന്താവും? നേരെ തിരിച്ച് എന്തായി? t1 t2 ബൈ t1 പ്ലസ് t2. സോ നമുക്ക് ഈ രണ്ട് മെത്തേഡിൽ കൂടെയും സംഭവം സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്യാം. ഇവിടെ പറയുന്നത് വെലോസിറ്റി ഓഫ് റിവർ 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. വെലോസിറ്റി ഓഫ് സ്വിമ്മർ റിലേറ്റീവ് ടു റിവർ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്താണെന്നാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ഓഫ് റിവർ 3 meter per second. Velocity of swimmer relative to river is 1 meter per second. Then they are asking you to find the velocity of swimmer. Swimmer velocity is asked. So you can easily say VSR is equal to 1. So VS minus VR equals 1. So that means VS minus 3 will be equal to 1. So VS is equal to 4 meter per second. സോ നമുക്ക് ഇതിൽ പെട്ടെന്നായിട്ട് വെലോസിറ്റി ഓഫ് സ്വിമ്മർ നമുക്ക് കാണാൻ പറ്റും. ഇനി അതേപോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെലോസിറ്റി ഓഫ് റിവർ 3 meter per second. വെലോസിറ്റി ഓഫ് വാട്ടർ 3 meter per second. അത് തന്നെയായിരിക്കും വെലോസിറ്റി ഓഫ് റിവർ. പിന്നെ തന്നിരിക്കുന്നത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 1 meter per second. എന്നിട്ട് നമ്മളോട് ഫൈൻഡ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വെൻ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവബിൾ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ, then that velocity is VPO or velocity of particle when object is at rest. Okay, so ഇവിടെ VPO ആണ് ആര്? ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഒബ്ജക്റ്റ് ആണ് ഇവിടെ ആരാണ്? വാട്ടർ ആണ്. വാട്ടർ റെസ്റ്റിലാകുമ്പോഴുള്ള വെലോസിറ്റി ആണ് എന്ത്? 1 meter per second എന്നത്. അതായത് വെലോസിറ്റി VPO ആണ് ആര്? 1 meter per second. സോ നമുക്ക് ഇവിടെ പെട്ടെന്ന് പറയാൻ പറ്റും VPO. ഇവിടെ V പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ സ്വിമ്മർ ആണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? വാട്ടർ ആണ്. സോ VSW അതാണ് ആര്? 1 meter per second. വെലോസിറ്റി ഓഫ് വാട്ടർ അവർ 3 meter per second തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ VS മൈനസ് VW ഈക്വൽസ് 1 എന്ന് എഴുതാം. അതായത് ഇവിടെ VS മൈനസ് വെലോസിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? 3 meter per second. സോ VS മൈനസ് 3 ഈസ് ഈക്വൽ ടു 1. സോ അതിൽ നിന്നും VS ഈസ് ഈക്വൽ ടു 4 meter per second. ഇത് നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റിലേറ്റീവ് വെലോസിറ്റിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഉപയോഗിക്കാം? നെറ്റ് വെലോസിറ്റിന്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കാം. നെറ്റ് വെലോസിറ്റി എന്താ പറയുന്നത് നമ്മളോട്? നെറ്റ് വെലോസിറ്റി പറയുന്നത് നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവിംഗ് ഒബ്ജക്റ്റ് ഫ്രം ഗ്രൗണ്ട് ഫ്രെയിം ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിംഗ്. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ അല്ലേ? അതല്ലേ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിംഗ് എന്നാണ്.
പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ആരാണ്? വാട്ടറാണ്. സോ പ്ലസ് 4. അപ്പോൾ ഇതാണ് ആര്? സോറി പ്ലസ് 3 അപ്പോൾ ഇത് 4. അപ്പോൾ ഇതാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ ആയിട്ട് വരാം. സോ നെറ്റ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഫ്രം ദ ഗ്രൗണ്ട് ഫ്രെയിം വിൽ ബി ഈക്വൽസ് എന്ന് പറഞ്ഞത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ when the river is not moving plus velocity of river. അതാണ് ഇവിടെ എഴുതിയത്. 1 + 3 = 4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. ഇൻ സ്റ്റിൽ വാട്ടർ സ്പീഡ് ഓഫ് സ്വിമ്മർ ഈസ് 2 m/s. അപ്പം തന്നെ നമുക്ക് ഐഡിയ എത്തണം. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നില്ല, പാർട്ടിക്കിൾ മാത്രം മൂവ് ചെയ്യുന്നു. അതെന്ന് പറയുന്നത് VPO ആണ്, വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ റിലേറ്റീവ് ടു ഒബ്ജക്റ്റ് ആണ്. സോ അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? VPO വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ. ഇവിടെ പാർട്ടിക്കിൾ സ്വിമ്മറാണ്, ഒബ്ജക്റ്റ് ആരാണ്? ഇവിടെ റിവർ വാട്ടർ ആണ്. സോ ഇവിടെ VSW അതാണ് അവരെന്ത് തന്നത്? 2 m/s എന്ന്. അതിനുശേഷം അവർ പറഞ്ഞത് റിവർ വാട്ടർ ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 3 m/s. സോ റിവർ വാട്ടർ എത്ര സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്? VW എത്രയാണ്? 3 m/s ആണ്. ഓക്കെ, എന്നിട്ട് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഇൻ അപ്സ്ട്രീം. സോ അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പ് സ്ട്രീം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ടു റിവർ വാട്ടർ. റിവർ വാട്ടർ എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയാം? അപ്സ്ട്രീം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒപ്പ് അപ്പൊ അപ്പ് എന്ന് പറയുമ്പോൾ അപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് റിവർ വാട്ടർ ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ പോകുമ്പോൾ എന്തായി? ഡൗൺ സ്ട്രീം ആയി. അപ്പൊ അപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? സെയിം ഡയറക്ഷൻ. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ വെലോസിറ്റി ഓഫ് സ്വിമ്മർ ഇൻ അപ്സ്ട്രീം ആണ് ചോദിച്ചിരിക്കുന്നത്. സ്വിമ്മറിന്റെ വെലോസിറ്റി അപ്സ്ട്രീം വെലോസിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ VSW തന്നിട്ടുണ്ട്, VW തന്നിട്ടുണ്ട്. സോ ഇവിടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ VSW 2 ആണ്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ റിലേറ്റഡ് ടു വാട്ടർ 2 ആണ്, വെലോസിറ്റി ഓഫ് വാട്ടർ 3 ആണ്. സോ അപ്സ്ട്രീം ആവുന്ന കേസിൽ ഈ സ്വിമ്മർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? സ്വിമ്മർ ഈ വാട്ടറിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ വാട്ടറിന്റെ വെലോസിറ്റി 3 ആക്കി എടുക്കുകയാണെങ്കിൽ റിവറിന്റെ വെലോസിറ്റി എന്താക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ 2 ആക്കി എടുക്കുമ്പോൾ ഇത് എന്താക്കണം? ഇവിടെ നെഗറ്റീവ് ആയിരിക്കണം. ഏതെങ്കിലും ഒന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ വാട്ടറിന്റെ വെലോസിറ്റി 3 പോസിറ്റീവ് ആക്കി എടുക്കണം. അപ്പോൾ ഇയാളുടെ വെലോസിറ്റി എന്താക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. കാരണം അപ്സ്ട്രീം ആണ്. അപ്സ്ട്രീം എന്ന് പറയുമ്പോൾ വാട്ടറിന്റെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. സോ ഇവിടെ VSW എന്താണ്? -2 ആണ്. മനസ്സിലായില്ല? ഇവിടെ എന്താ VSW എന്ന് പറഞ്ഞാൽ? സ്റ്റിൽ വാട്ടർ സ്പീഡ് ഓഫ് സ്വിമ്മറിന്റെ സ്പീഡ് എപ്പോൾ വാട്ടർ സ്റ്റില്ലാകുമ്പോൾ. അതല്ല നമ്മൾ പറഞ്ഞത് VPO ആണെന്ന്. അത് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. ഒരു വാട്ടർ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, ഒബ്ജക്റ്റ് മൂവ് ചെയ്യാത്ത സമയത്ത് പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയാം? VPO എന്നാണ്. ഇവിടെ VPO എത്ര കിട്ടിയത്? -2 എന്നാണ് കിട്ടിയത്. ഇതൊക്കെ നെഗറ്റീവ് ആകാൻ കാരണം എന്താണ്? കാരണം ഇയാൾ സ്വിം ചെയ്യണത് ഈ വാട്ടറിന്റെ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആണ്. അയാളെന്നാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് സിമ്പിൾ ആയി ചെയ്യാലോ. നമുക്ക് എന്ത് പറയാം? VS - VW = -2. അങ്ങനെയാണെങ്കിൽ VS - VW എത്രയാണ്? വെലോസിറ്റി ഓഫ് വാട്ടർ 3 ആണ്. സോ VS - 3 = -2. സോ VS = 3 - 2. 3 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 m/s. സോ ഗ്രൗണ്ടിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ ഈ സ്വിമ്മറിന്റെ വെലോസിറ്റി എത്രയാണ്? 1 m/s ആണ് ഉള്ളത്. അത് ഇങ്ങനെ തന്നെ ചെയ്യാൻ നിർബന്ധമുണ്ടോ? ഇല്ല. ഇത് റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് നെറ്റ് വെലോസിറ്റി ഉപയോഗിക്കാം. ഇത് റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് ആണ്. റിലേറ്റീവ് വെലോസിറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നെറ്റ് വെലോസിറ്റി ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നെറ്റ് വെലോസിറ്റി നോക്കുമ്പോൾ വാട്ടർ ഇങ്ങനെ നേരെ മൂവ് ചെയ്യും. നമുക്ക് ആലോചിച്ച് ഇതാണ് വാട്ടർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, റിവർ വാട്ടർ ഒബ്ജക്റ്റ്. അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. എത്ര വെലോസിറ്റിയിലാണ് പറഞ്ഞത്? സ്റ്റിൽ വാട്ടർ സ്പീഡ് 2 m/s ആണ്. 2 m/s. സോറി, സ്വിമ്മർ അല്ലേ. റിവർ വാട്ടർ ഇസ് മൂവിംഗ് വിത്ത് സ്പീഡ് ഓഫ് 3 m. റിവർ വാട്ടർ സ്പീഡ് 3 ആണ്. സ്വിമ്മറിന്റെ സ്പീഡ് എത്രയാണ്? ഇവിടെ സ്വിമ്മർ ഉണ്ട്. സ്വിമ്മർ മൂവ് ചെയ്യുന്നത് റിവർ വാട്ടർ ഇസ് മൂവിംഗ്. സ്വിമ്മർ മൂവ് ചെയ്യുന്നത് സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ 2 m/s. സ്റ്റിൽ വാട്ടർ ആണെങ്കിൽ 2. അത് ഞാൻ ഇവിടെ വയ്ക്കാൻ പാടില്ല. കാരണം ഇവിടെ റിവർ മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ റിവർ മൂവ് ചെയ്യാതാകുമ്പോൾ ഈ സ്വിമ്മറിന്റെ വെലോസിറ്റി എത്രയാണ്? 2 m/s ആണ്. ഓക്കെ, ഞാൻ ഇവിടെ വരയ്ക്കാത്തത്.
കാരണം ഇവിടെ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്. റിവർ ഫ്ലോ ചെയ്യാത്ത സമയത്താണ് 2 മോഡൽ പറഞ്ഞത്, മനസ്സിലായത്? അപ്പൊ ഞാൻ അങ്ങോട്ട് വയ്ക്കാൻ പാടില്ല. ഓക്കെ, ഇത് നെറ്റ് വെലോസിറ്റി ഇക്വേഷൻ എന്നാണ് പറയുന്നത്. നെറ്റ് വെലോസിറ്റി ഇക്വേഷൻ, നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവിംഗ് ഒബ്ജെക്ട് ലുക്കിംഗ് ഫ്രം ദ ഗ്രൗണ്ട് ഫ്രെയിം ഈക്വൽസ് വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ when object is not moving. So velocity of particle when object is not moving, അതാണ് ആര്, -2. പാർട്ടിക്കിളിന്റെ വെലോസിറ്റി, ഇവിടെ ആരാണ് പാർട്ടിക്കിൾ, സ്വിമ്മറിന്റെ വെലോസിറ്റി when object is not moving, പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജെക്ട്, വെലോസിറ്റി ഓഫ് ഒബ്ജെക്ട് എത്രയാണ് 3. സോ -2 + 3 എത്രയായി, 1 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ്. ഇത് റിലേറ്റീവ് വെലോസിറ്റി, ഇത് നെറ്റ് വെലോസിറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ഏതാണ് സിമ്പിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഡൗൺ സ്ട്രീം ആണ്. അതായത് നമ്മുടെ റിവർ എങ്ങോട്ടാണോ ഫ്ലോ ചെയ്യുന്നത് അതേ ഡയറക്ഷനിലാണ് സ്വിമ്മർ നീങ്ങുന്നത്. അപ്പൊ എത്ര വെലോസിറ്റി എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി ഉപയോഗിക്കുക. സോ റിലേറ്റീവ് വെലോസിറ്റി നമുക്ക് പറയാൻ പറ്റും VSW. സ്റ്റിൽ വാട്ടർ വെലോസിറ്റി പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ സ്റ്റിൽ വാട്ടർ വെലോസിറ്റി എന്ന് പറയുന്നത് VSW ആണ്. അതിനുശേഷം റിവർ വാട്ടർ VW എത്രയാണെന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇവിടെ ഡൗൺ സ്ട്രീം ആയതുകൊണ്ട് രണ്ടും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇവിടെയും പ്ലസ് വരും. ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്താ പറയാം, VS - VW = VS - 3 = VS = 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ നെറ്റ് വെലോസിറ്റി കോൺസെപ്റ്റ് ഉപയോഗിക്കാം. നെറ്റ് വെലോസിറ്റി എന്താണ്, നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ on a moving object looking from the ground frame equals velocity of the particle when object is not moving. So velocity of the particle when object is not moving, object മൂവ് ചെയ്യാതിരിക്കുമ്പോൾ, അതായത് വാട്ടർ സ്റ്റിൽ ആണ് സമയത്ത് സ്വിമ്മറിന്റെ വെലോസിറ്റി എത്രയാണ് 2 പ്ലസ് വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി എത്രയാണ്, ഒബ്ജക്റ്റിലൂടെ റിവർ വാട്ടർ ആണ്, അതിന്റെ സ്പീഡ് എത്രയാണ് 3. സോ രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടും പോസിറ്റീവ്. 2 + 3 ചെയ്യുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ്. സോ നിങ്ങൾ ഈ രണ്ട് രീതിയിലും നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങൾ ഈ നെറ്റ് വെലോസിറ്റി വെച്ച് ചെയ്യേണ്ട രീതിയും റിലേറ്റീവ് വെലോസിറ്റി വെച്ച് ചെയ്യേണ്ട രീതിയും പഠിച്ചു വെക്കണം. കാരണം എന്താ വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ സൊല്യൂഷൻ നോക്കുമ്പോൾ ഗൂഗിളൊക്കെ നിങ്ങൾ ഉപയോഗിക്കണം, ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഗൂഗിൾ ഉപയോഗിച്ചിട്ട് കിട്ടാതാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. സോ ഗൂഗിൾ ഉപയോഗിക്കുന്ന സമയത്ത് ചില സാറുമാർ ഡൗട്ട് ക്ലിയർ ചെയ്യുക നെറ്റ് വെലോസിറ്റി കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും. ചില സാറുമാർ ഡൗട്ട് സോൾവ് ചെയ്യുക റിലേറ്റീവ് വെലോസിറ്റിന്റെ ഐഡിയ വെച്ചിട്ടായിരിക്കും. സോ നിങ്ങൾ അതിൽ ഫെമിലറൈസ്ഡ് ആയിക്കണം. അപ്പോൾ ഏത് സാറുമാർ ഏത് രീതിയിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ഓക്കെ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ അത് രണ്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പഠിപ്പിച്ചത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. എ പോലീസ് കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 90 km/h chases a thief's car moving with a speed of 108 km/h. അപ്പം ഇവിടെ പോലീസ് 90 km/h ആണെന്ന് പറയുന്നുണ്ട്. എന്താ അങ്ങനെ പോകാൻ കാരണം കേരള NH കാറിന്റെ സ്പീഡ് ലിമിറ്റ് മാക്സിമം പോയാൽ 90 km/h പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പോലീസ് ആയതുകൊണ്ട് അവർ നിയമമൊക്കെ പാലിച്ച് 90 km/h പോകുന്നത്. പക്ഷെ ഒരു തീഫ് എന്താണ് ആ സ്പീഡ് ലിമിറ്റ് ഒന്നും നോക്കാതെ സ്പീഡിൽ പോകണം. അത്രയാണ് 108 km/h. ഈ പോലീസ് ഈ തീഫിനെ ചേസ് ചെയ്യാണ്. സോ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ഓഫ് പോലീസിന്റെ വെലോസിറ്റി 90 km/h ആണ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 90 × 5/18 ചെയ്താൽ മതി. സോ ഇത്ര മീറ്റർ പെർ സെക്കൻഡ് ആവും. സോ ഇതെന്താ വരിക, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 180/18 × 2 ആവും. സോ 18 കട്ട് ചെയ്ത് ഇവിടെ 10 ഉണ്ടാവും. 10/2 എന്ന് പറഞ്ഞാൽ 5 ആവും. 5 × 5 25 മീറ്റർ പെർ സെക്കൻഡ് ആവും വെലോസിറ്റി ഓഫ് പോലീസ്. പിന്നെ പറഞ്ഞത് വെലോസിറ്റി ഓഫ് തീഫ് 108 km/h ആണ്. സോ വെലോസിറ്റി ഓഫ് തീഫ് ഈസ് ഈക്വൽ ടു 108 km/h. സോ അത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 108 × 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം ഇത് വരാം 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ തന്നത്, ദ പോലീസ് ഫയർസ് എ ബുള്ളറ്റ് ടുവാർഡ്സ് ദ തീഫ്. ഈ പോലീസ് എന്താക്കി തീഫിന്റെ അടുത്തേക്ക്
ഒരു ഫയർ ചെയ്ത്. ഇഫ് ദ ബുള്ളറ്റ്സ് മസിൽ സ്പീഡ് ഈസ് 715 മീറ്റർ പെർ സെക്കൻഡ്. ബുള്ളറ്റിന്റെ മസിൽ സ്പീഡ് 715 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ നിങ്ങൾക്ക് അറിയാത്ത കാര്യം ഇവിടെ ഇഫ് ദ ബുള്ളറ്റ്സ് മസിൽ സ്പീഡ്, അപ്പൊ എന്താണ് ഈ മസിൽ, എന്താണ് മസിൽ സ്പീഡ് എന്നുള്ള കാര്യം നോക്കാം. സോ കേരള പോലീസാണ് തീഫിനെ ചേസ് ചെയ്യുന്നത്. കേരള പോലീസ് യൂഷ്വലി ഉപയോഗിക്കുന്നത് AK-47 ആണ്. ഓക്കെ, സോ ഇവിടെ AK-47 ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഈ AK-47 ഈ ടിപ്പില്ലേ, ഈ ടിപ്പിനെ പറയുന്നതാണ് എന്ത്, മസിൽ. ഈ AK-47 ഈ ലാസ്റ്റത്തെ ഭാഗം, ആ ഭാഗത്തിന് പറയുന്ന പേരാണ് മസിൽ. എന്താണ് മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ? മസിൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് റിലേറ്റീവ് ടു മസിൽ. ഓക്കെ, സോ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് റിലേറ്റീവ് ടു മസിൽ ആണ് എന്ത്, മസിൽ വെലോസിറ്റി. അപ്പോൾ ഇവിടെ മസിൽ വെലോസിറ്റി ആണ് എന്ത്, 715. സോ നമുക്ക് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് റിലേറ്റീവ് ടു മസിൽ, അതാണ് എന്ത്, 715 മീറ്റർ പെർ സെക്കൻഡ്. സോ നിങ്ങളത് എഴുതിയേക്കാം. മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോക്സ് ഒക്കെ എഴുതിയേക്കാം. മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് റിലേറ്റീവ് ടു മസിൽ ആണ്. VBM ഈസ് ഈക്വൽ ടു മസിൽ വെലോസിറ്റി. ഓക്കെ, ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സോ AK-47 ആണ് പ്രധാനമായിട്ട് കേരള പോലീസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കറക്റ്റ് മസിൽ വെലോസിറ്റി തന്നെയാണ് 715. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്പീഡ് അറ്റ് വിച്ച് ദ ബുള്ളറ്റ് സ്ട്രൈക്സ് ദ തീവ്സ് കാർ. അങ്ങനെയാണെങ്കിൽ ഈ ബുള്ളറ്റ് തീഫിന്റെ കാറിൽ എത്ര വെലോസിറ്റിയിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്? ഓക്കെ, സോ ഇത് കാണാൻ സിമ്പിളാണ്. പക്ഷേ അത് കാണണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈ പാർട്ടിക്കിൾ A 1 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട്, പാർട്ടിക്കിൾ B 2 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാർട്ടിക്കിൾ A എത്ര വെലോസിറ്റിയിലാണ് പാർട്ടിക്കിൾ ബീനെ സ്ട്രൈക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പാർട്ടിക്കിൾ ബീനെ റെസ്റ്റിൽ വെക്കും. പാർട്ടിക്കിൾ ബീനെ റെസ്റ്റിലാക്കും. എന്നിട്ട് ഇത് അവിടെ പോയി ഇത് 2 മീറ്റർ പെർ സെക്കൻഡ്, ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങനെ ആക്കാം. പാർട്ടിക്കിൾ ബീനെ റെസ്റ്റിലാക്കും. പാർട്ടിക്കിൾ ബീനെ റെസ്റ്റിലാക്കി കഴിഞ്ഞാൽ പാർട്ടിക്കിളിന്റെ ബീന്റെ വെലോസിറ്റി തിരിച്ച് ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി ഉണ്ടാവും. പാർട്ടിക്കിൾ എന്റെ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആവും. ഈ 1 തിരിച്ചിങ്ങോട്ട് കൊടുക്കുമ്പോൾ 2 അങ്ങോട്ട് 1 ഇങ്ങോട്ട് 1 മീറ്റർ പെർ സെക്കൻഡ്. സോ ഈ 1 മീറ്റർ പെർ സെക്കൻഡിലാണ് പാർട്ടിക്കിൾ A വന്നിട്ട് എന്ത് ചെയ്യുക? ബീനെ സ്ട്രൈക്ക് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബുള്ളറ്റ് എത്ര സ്പീഡിലാണ്, എത്ര വെലോസിറ്റിയിലാണ് ഈ തീഫിനെ സ്ട്രൈക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താക്കും? തീഫിനെ റെസ്റ്റിലേക്ക് വെക്കും. എന്നിട്ട് തീഫിന്റെ വെലോസിറ്റി തിരിച്ചിട്ട് ബുള്ളറ്റിന് കൊടുക്കും. ഓക്കെ, അപ്പം നമുക്ക് ആകെ കാണേണ്ടത് ഇവിടെ ബുള്ളറ്റിന്റെ വെലോസിറ്റി മാത്രമാണ്. ഇവിടെ VBM ആ തന്നത്, പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താണ്? വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ആണ്. വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ഈ മെത്തേഡ് അപ്ലൈ ചെയ്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും എത്ര വെലോസിറ്റിയിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണാൻ എളുപ്പമാണ്. ഇതാണ് ഐഡിയ. അപ്പോൾ ഈ ഐഡിയ വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ VBM ആണ് 715 തന്നത്. അങ്ങനെയാണെങ്കിൽ VB മൈനസ് VM അതാണ് ആര്? 715. അങ്ങനെയാണെങ്കിൽ VB ഇതാണ് നമ്മൾ കാണേണ്ടത്. VB എന്ന് പറഞ്ഞാൽ 715 പ്ലസ് വെലോസിറ്റി ഓഫ് മസിൽ ആണ് അല്ലേ? 715 പ്ലസ് വെലോസിറ്റി ഓഫ് മസിൽ. സോ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പോലീസിന്റെ കാറുണ്ട്, പിന്നെ അതിന്റെ മേലാണ് നമ്മുടെ ഗണ്ണുള്ളത്, AK-47. AK-47 എന്നാണ് നമ്മുടെ ബുള്ളറ്റ് ഫയർ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മുടെ തീഫ് ഉള്ളത് ഇവിടെയാണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ഈ വെലോസിറ്റി ഓഫ് മസിലിന്റെ വെലോസിറ്റി, അതായത് ഈ ഗണ്ണിന്റെ വെലോസിറ്റി അല്ലേ? ഈ ഗണ്ണ് മസിൽ എന്ന് പറഞ്ഞാൽ ഈ ഗണ്ണിന്റെ ചെറിയ ഭാഗമല്ലേ? അപ്പൊ ഈ ഗണ്ണിന്റെ വെലോസിറ്റിയാണ് കാണേണ്ടത്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ ബുള്ളറ്റിന്റെ വെലോസിറ്റി കാണാൻ പറ്റും. ബുള്ളറ്റിന്റെ വെലോസിറ്റി കണ്ടെത്തി നേരത്തെ പറഞ്ഞ ഐഡിയ വെച്ചിട്ട് നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മസിലിന്റെ വെലോസിറ്റി എങ്ങനെയാണ് നമ്മൾ കാണാം? ഈ മസിൽ, അതായത് ഈ ഗൺ അവിടെ നിൽക്കുന്നത് പോലീസിന്റെ മേലാണ് അല്ലേ? അപ്പൊ പോലീസിന്റെ മേലെ ഉള്ള ഗണ്ണിന്റെ വെലോസിറ്റി നമ്മൾ എങ്ങനെ കാണാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവിംഗ് ഒബ്ജക്റ്റ് ഈക്വൽസ് വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിംഗ് പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവിംഗ് ഒബ്ജക്റ്റ് എവിടുന്ന ഗ്രൗണ്ട് ഫ്രെയിം നോക്കുമ്പോൾ വിൽ ബി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ
വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിങ് പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ ആരാണ്? പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ മസിലാണ്. സോ നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ ഇൻ പോലീസ് കാർ ഈക്വൽസ് വെലോസിറ്റി ഓഫ് മസിൽ വെൻ പോലീസ് കാർ ഈസ് നോട്ട് മൂവിങ് പ്ലസ് വെലോസിറ്റി ഓഫ് പോലീസ് കാർ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയാ നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ ഇൻ പോലീസ് കാർ പറയാം. നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ ഇൻ പോലീസ് കാർ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് മസിൽ വെൻ പോലീസ് കാർ ഈസ് നോട്ട് മൂവിങ് പ്ലസ് വെലോസിറ്റി ഓഫ് പോലീസ് കാർ. ഇവിടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് മസിലാണ്, ഒബ്ജക്ട് എന്ന് പറയുന്നത് പോലീസ് കാർ ആണ്. ആ ബേസിൽ ഈ ഇക്വേഷൻ മാറ്റി എഴുതുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മെമ്മറി ഫുള്ളായിട്ട് വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഭാഗ്യത്തിന് ഈ കാര്യം വായിച്ചില്ല. അതിനുശേഷം നോക്കുമ്പോഴാണ് ഈ വീഡിയോ ഭാഗം വന്നിട്ടില്ല എന്ന കാര്യം മനസ്സിലായത്. അപ്പോൾ ശ്രദ്ധിക്കാം, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ ഇൻ പോലീസ് കാർ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് മസിൽ വെൻ പോലീസ് കാർ ഇസ് നോട്ട് മൂവിങ് പ്ലസ് വെലോസിറ്റി ഓഫ് പോലീസ് കാർ ആണ്. അപ്പം ഈ ഭാഗം എന്താ വരിക? ഈ പോലീസ് കാർ മൂവ് ചെയ്തിട്ടില്ല. ഈ പോലീസ് കാറിന് മേലാണ് ആരുള്ളത്? മസിലുള്ളത്. മസിൽ എന്ന് പറഞ്ഞാൽ ഈ ഗണിന്റെ ഈ ഭാഗം. അപ്പം ഈ മസിലിന്റെ വെലോസിറ്റി എന്താ അവിടെ? 0 ആവും. കാരണം എന്താ? ഈ മസിൽ ഉള്ളത് എവിടെയാണ്? പോലീസ് കാറിന്റെ മേലാണ്. പോലീസ് മൂവ് ചെയ്താലേ ഈ മസില് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ പോലീസ് റെസ്റ്റിലാണെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? പോലീസ് കാർ ഇസ് നോട്ട് മൂവിങ്. പോലീസ് കാർ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ വെലോസിറ്റി ഓഫ് മസിൽ എന്താവും? 0 ആവും. അതുകൊണ്ട് നമുക്ക് ഇവിടെ നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ എന്താക്കി എഴുതാൻ പറ്റും? നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ in police car is equal to 0 plus velocity of police car, അതായത് VP അല്ലേ? അതായത് VP എത്രയാണ്? VP നമ്മൾ എത്ര കണ്ടത്? VP എൻ്റെ ഓർമ്മയിൽ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ? അപ്പോൾ ഈ ആൻസർ വരും 25 മീറ്റർ പെർ സെക്കൻഡ്. സോ നെറ്റ് വെലോസിറ്റി ഓഫ് മസിൽ ഇൻ പോലീസ് കാർ എത്ര വന്നത്? 25 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ നമുക്ക് ഈ ഇക്വേഷനെ മാറ്റി ചെയ്താം. അപ്പോൾ VB ഈസ് ഈക്വൽ ടു 715 പ്ലസ് VM ആണ് അല്ലെ? വെലോസിറ്റി ഓഫ് മസിലാണ്. വെലോസിറ്റി ഓഫ് മസിലാണ് ഇവിടെ എന്ത് വന്നത്? 25. സോ ഈ VB എന്ന് പറയുന്നത് എന്തായി? 715 പ്ലസ് VM എത്രയാണ്? 25. സോ ഇത് എത്ര വരും? 725, 730, 740. സോ ഇവിടെ 740 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് ഉള്ളത്. അപ്പോൾ ബുള്ളറ്റിന്റെ വെലോസിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ സിമ്പിളായി. സോ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് കിട്ടി. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ സിമ്പിളായി ചെയ്യാം. നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തും. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എനിക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം എന്താ? ഞാൻ വീടിൻ്റെ അപ്പുറത്തല്ലേ ഉള്ളത്. അപ്പോൾ എനിക്കാണ് കേൾക്കാൻ കഴിയില്ല കേട്ടോ. അല്ലാണ്ട് ഞാൻ പൊട്ടനായിട്ടില്ല, ചെവിയൊക്കെ കേൾക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പോലീസ് മൂവ് ചെയ്യുന്നത്, ബുള്ളറ്റ് മൂവ് ചെയ്യുന്ന കാര്യം നോക്കാം. പോലീസിനെ ഒഴിവാക്കി നമുക്ക് ബുള്ളറ്റ് എത്ര വെലോസിറ്റിയിലാണ് തീഫിനെ ഹിറ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് നോക്കുന്നത്. തീഫിനല്ല കേട്ടോ, തീഫിനെ കാറാ. പേടിക്കേണ്ട, തീഫിനൊന്നും സംഭവിക്കില്ല. തീഫ് ഒരു ക്രൂരനായ തീഫായിരുന്നു എന്തായാലും. എന്നിട്ട് നമ്മൾ അയാൾ കൊന്നിട്ടില്ല. നമ്മൾ കാർമല പിടിച്ച് പേടിക്കേണ്ട, ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബുള്ളറ്റിന്റെ വെലോസിറ്റി എത്ര പറഞ്ഞത്? 740 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഈ ബുള്ളറ്റ് ഇങ്ങനെ വന്നിട്ട് ആണ് നമ്മുടെ തീഫിന്റെ കാറിന് കേട്ടോ, തീഫിനെ വിട്ടേക്കുന്നില്ല, തീഫിന്റെ കാറിന്റെ മേലാണ്. അപ്പോൾ തീഫിന്റെ കാറിന്റെ വെലോസിറ്റി നമ്മൾ പഠിച്ചത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. സോ 30 മീറ്റർ പെർ സെക്കൻഡിലാണ് തീഫ് പോകുന്നത്. ബുള്ളറ്റ് പോകുന്നത് 740 മീറ്റർ പെർ സെക്കൻഡിലാണ്. അപ്പൊ ഈ ബുള്ളറ്റ് എത്ര വെലോസിറ്റിയിലാണ് ഇയാളെ തീഫിനെ ഒന്ന് ഹിറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താക്കിയാൽ മതി? ഈ തീഫിനെ എന്താക്കാം? റെസ്റ്റിലാക്കാം. തീഫിനെ റെസ്റ്റിലാക്കിയിട്ട് ഈ ബുള്ളറ്റ് എത്ര സ്പീഡിൽ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ബുള്ളറ്റ് എത്ര സ്പീഡിലാണ് വരാം? ഈ 30 റിവേഴ്സ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കാം. മറ്റേ ഹദീസ് ആലോചിക്കുക, 30 റിവേഴ്സ് ചെയ്ത് ഇയാൾക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ എത്ര വെലോസിറ്റിയിലാണ് വരാം? 710 മീറ്റർ പെർ സെക്കൻഡ്. 740 അങ്ങോട്ട്, 30 ഇങ്ങോട്ട്. അപ്പോൾ 710 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 710 മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ വന്ന് ഇയാളെ ഹിറ്റ് ചെയ്യും. അപ്പോൾ ഇയാൾ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 710 മീറ്റർ പെർ സെക്കൻഡിലാണ് ഈ തീഫിനെ ആര് വന്ന് ഹിറ്റ് ചെയ്യണത്? നമ്മുടെ ബുള്ളറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഈ രണ്ട് പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കിൾ എത്ര വെലോസിറ്റി വന്ന് ഹിറ്റ് ചെയ്യണത്. അപ്പോൾ ഈ പാർട്ടിക്കിൾ റെസ്റ്റിലാക്കാം. എന്നിട്ട് റിലേറ്റീവ് വെലോസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. പക്ഷെ അവർ കോംപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്താ ചെയ്തത്? അവർ മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. ഒന്നാമതായത് അവർ കിലോമീറ്റർ പെർ ഹവറിൽ ചോദിച്ച്, അപ്പോൾ അത് മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യണം. രണ്ടാമത് അവർ മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞു. മസിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് റിലേറ്റീവ് ടു മസിലാണ്. അപ്പോൾ അത് എന്താണെന്നുള്ള കാര്യം അറിയണം.
മൂന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ട സംഭവം എന്താണ്? ഒരു നെറ്റ് വെലോസിറ്റി കാണുമ്പോഴുള്ള നെറ്റ് വെലോസിറ്റി ഉപയോഗിക്കാനുള്ള സംഭവം. നെറ്റ് വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഓൺ എ മൂവിംഗ് ഒബ്ജക്റ്റ് ഈസ് ഈക്വൽ വെലോസിറ്റി ഓഫ് പാർട്ടിക്കിൾ വെൻ ഒബ്ജക്റ്റ് ഈസ് നോട്ട് മൂവിംഗ് പ്ലസ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ള ഭാഗം വരുന്നത് ഈ മസിൽ വെലോസിറ്റി മെൻഷൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. മസിൽ വെലോസിറ്റി എന്ന് പറയുന്നത് VBM അല്ലേ, അത് മാത്രമാണ് റിലേറ്റീവ് വെലോസിറ്റിന്റെ ഐഡിയ ഉള്ളത്. ബാക്കിയുള്ളത് നമ്മൾ നെറ്റ് വെലോസിറ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നെറ്റ് വെലോസിറ്റിയും അറിഞ്ഞിരിക്കണം, റിലേറ്റീവ് വെലോസിറ്റിയും അറിഞ്ഞിരിക്കണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ റിലേറ്റീവ് ആക്സിലറേഷൻ നല്ല ഡീപ്പായിട്ട് പഠിക്കും. അപ്പോൾ നല്ല ഉഷാറായിട്ടിരിക്കുക. എന്തായാലും നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നിങ്ങൾക്ക് അതൊക്കെ സിമ്പിളാവും.